Hello everyone. We'll wait for 2-3 minutes, then we'll start. Okay. Hello everyone. Good evening all. Hi everyone. Hello on the chat box. Hello on the active eye. That would be great. Am I audible, everyone? Audio, video, everything is clear. Yes, everyone. Maximum respond maximum respond. നമുക്ക് ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ. യാ എവ്രിവൺ, നമ്മൾ നമ്മുടെ മാരത്തോൺ സെഷന്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. അപ്പൊ ഇന്ന് ആസ് ഐ പ്രോമിസ് ഓവർ ഹെഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമ്മുടെ സി എ ഇന്ററിന്റെ കോസ്റ്റിങ്ങിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ, ഒരു എക്സാം പ്രിപ്പറേഷൻ ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം ആ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ നമ്മൾ പറയും. ഈ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ഔട്ട്ലൈൻ ഞാൻ ആദ്യം പറയാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നോക്കുക, നമുക്കറിയാം ഈ ഒരു സി എ ഇന്റർ കോസ്റ്റിംഗ് എന്നുള്ള ഒരു പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 3 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഓൺ ദ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ബേസിക്സ്, ദെൻ വി ഹാവ് മെത്തേഡ്സ്, ദെൻ വി ഹാവ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ ബേസിക് മൊഡ്യൂൾ നമ്മൾ പഠിക്കാതെ ഒരിക്കലും നമുക്ക് മെത്തേഡ്സിലേക്കോ ടെക്നിക്സിലേക്കോ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബേസിക് മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് വന്നാലും കൂടുതൽ വന്നാലൊക്കെ യു ഷുഡ് ലേൺ ഇറ്റ്. ഓക്കെ. ദെൻ വി ഹാവ് മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സർവീസ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ദെൻ പ്രോസസ് കോസ്റ്റിംഗ്, ഇതേപോലുള്ള മെത്തേഡ്സ് ഉണ്ട്. ദെൻ വി ഹാവ് ടെക്നിക്സ്. ഓക്കെ. ടെക്നിക്സിലാണ് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ദെൻ ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ. ഇതൊക്കെ കവർ ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്സ് ആൻഡ് കൺട്രോളിലാണ് കവർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നോക്കുക, നമ്മുടെ മൊഡ്യൂള് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് സി എ ഇന്റർ എക്സാമിന് കോസ്റ്റിംഗ് എന്നുള്ള പേപ്പർ നോക്കുകയാണെങ്കിൽ
70% പ്രാക്ടിക്കലും 30% തിയറിയാണ് ഓൺ ആൻ ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തിയറി നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തിയറി ഇഗ്നോർ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി വെക്കുക. ഓക്കെ, തിയറി നമ്മൾ നിർബന്ധമായിട്ട് ലേൺ ചെയ്യണം. മെജോറിറ്റി കുട്ടികളും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് തിയറി ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആഫ്റ്റർ ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ചില കുട്ടികൾ പ്ലാൻ ചെയ്യാം, നമ്മുടെ ഓപ്ഷണൽ ലോട്ട് ഉണ്ടല്ലോ, നമുക്കിപ്പോ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൾസറി, ദെൻ ബാക്കിയുള്ള ലോട്ടിൽ നിന്ന് ഒരു ലോട്ട് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പല കുട്ടികളും വിചാരിക്കാം തിയറി ലോട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ബിലീവ് മീ, മെജോറിറ്റി സ്റ്റുഡൻസും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് പൊതുവെ എക്സാം എഴുതിയതിനു ശേഷം ഫീൽ ചെയ്യാറ് തിയറി ഏരിയാസ് ആണ്. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത്തരം തിയറീസ് ചോദിക്കുന്നുണ്ട്, എസ്പെഷ്യലി ചാപ്റ്റർ നമ്പർ 1. ചാപ്റ്റർ നമ്പർ 1 5 to 10 മാർക്സ് ഗ്യാരണ്ടി. ആ ചാപ്റ്റർ പ്യോർ തിയറി ചാപ്റ്റർ ആയിട്ട് ആ ഒറ്റൊരു ചാപ്റ്ററേ നമുക്കുള്ളൂ. ആ ചാപ്റ്റർ നമ്പർ 1 ആണ്. അത് നല്ല വൃത്തിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 5 to 10 മാർക്സ് ഗ്യാരണ്ടി ആണ്. ഓക്കെ, എക്സാമിന് 5 മാർക്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് മാർക്ക്. നിങ്ങൾ മനസ്സിലാക്കുക, 39 മറ്റൊക്കെ തോറ്റവരൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കുമല്ലോ. ഇപ്പോ എന്നെക്കാൾ എക്സ്പീരിയൻസ് എഴുതിയിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടാവാം. എനിവേ, പുതിയ ആൾക്കാരോട്, എസ്പെഷ്യലി പുതിയ ആൾക്കാരോട് ഈ തിയറി ഇഗ്നോർ ചെയ്യുന്ന പരിപാടിക്ക് ഒഴിവാക്കുക. കാരണം പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാമെങ്കിലും അത് ചിലപ്പോൾ എഴുതാൻ ഒരല്പം അധികം സമയം എടുക്കുന്നുണ്ടാവും. എന്നാൽ തിയറി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ നമുക്ക് വളരെ മിനിമൽ ടൈമിൽ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ചിലപ്പോൾ നിങ്ങൾ പ്രോബ്ലത്തേക്കാൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് തിയറി ആവാം. ഓക്കെ, അപ്പോൾ 70% പ്രോബ്ലം എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാതെ ആ 30% കൂടി പരിഗണിക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു കോസ്റ്റിങ്ങിന്റെ പില്ലേഴ്സ് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കോർ ഏരിയാസ് എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റിംഗ്, ABC, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, സർവീസ്, ദെൻ ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ, കോസ്റ്റ് ഷീറ്റ്. ഇതിൽ ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ 5 മാർക്സിനും 10 മാർക്സിനൊക്കെ മാറി മാറി ചോദിക്കാം. ബട്ട് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഓൺ എൻ ആവറേജ് ഒരു 10 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടലി നമുക്ക് 15 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഈ 15 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമുക്ക് 125 മാർക്സിനാണ് എക്സാം ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഈ 125 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 15 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതിൽ 5 മാർക്സിന്റെയും 10 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്മൾ കോമ്പിനേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഈ 15 ചാപ്റ്റേഴ്സും എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഒരു ആവറേജ് 10 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇത് കൂടാതെ 10 മാർക്കിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി അല്ലാതെ 10 മാർക്കിന് ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, പ്രോസസ് 10 മാർക്കിനൊക്കെ വരാറുണ്ട്. എന്നാൽ നമുക്ക് 5 മാർക്ക് ഇപ്പോൾ പൊതുവെ വരുന്ന ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, നമ്മുടെ അജൈൽ എൻട്രീസും റീകൺസിലേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, ദെൻ ജോബ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് ആൻഡ് ബാച്ച് കോസ്റ്റിംഗ്. ഇതൊക്കെ പൊതുവെ ഒരു 5 മാർക്ക്, അല്ലെങ്കിൽ ജോയിന്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്, ഇതൊക്കെ 5 മാർക്ക് നമുക്ക് ഇപ്പോൾ ഒരു റീസെന്റ് എക്സാം ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ബാക്കി 10ഓളം ചാപ്റ്റേഴ്സ് 10 മാർക്ക് വെച്ചിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചുരുക്കം 125 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബേസിക് ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം എന്ന് വെച്ചാൽ അല്ല. ഇതിലെ കോസ്റ്റ് ഷീറ്റ് മാത്രമേ നമുക്ക് ബേസിക് ചാപ്റ്റർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ടെക്നിക്സ് ആണ്, മെയിൻ ആയിട്ട് ടെക്നിക്സ് ആണ്. പിന്നെ സർവീസ് എന്നുള്ളത് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം ബേസിക്സ് സ്ട്രോങ് ആക്കുക. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു കുട്ടി മെസ്സേജ് അയച്ചു, സാറേ ഞാൻ ഓവർ ഹെഡും ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഈ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓവർ ഹെഡ്സും കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഈ ഓവർ ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് കോസ്റ്റ് വൃത്തി പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓവർ ഹെഡ് സ്കിപ്പ് ചെയ്തോ ഓട്ടോമാറ്റിക്കലി ABC പോകും. ഇപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഓവർ ഹെഡിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എണ്ണം കുറവായിരിക്കും, കാരണം നമുക്ക് ഇതൊരു റിവിഷൻ മാരത്തോൺ ആണ്. ബട്ട് അതിൽ എല്ലാ ഏരിയാസും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് തിയറി വരുമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് തിയറി വരും, എസ്പെഷ്യലി അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ റിലേറ്റഡ്. ഈ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷന്റെ ട്രീറ്റ്മെന്റ് ആണ് തിയറി ആയിട്ട് മോസ്റ്റ് പ്രോബബ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക.
അപ്പൊ അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ആ തിയറിയും കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതൊരു ഫ്രീ സെഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കയറി പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പോവുക. ഓക്കെ, സീരിയസ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ ഇന്നും നാളെയായിട്ട് നിങ്ങൾക്ക് ഡെമോ അവൈലബിൾ ആയിരിക്കും. ഇന്നും നാളെ നിങ്ങൾക്ക് കാണും, അതിനുശേഷം പെയ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പല കുട്ടികൾക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയണമെന്നില്ല. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ എന്റെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നാളത്തെ സെഷനൊക്കെ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ യു ക്യാൻ ജോയിൻ ഇറ്റ്. ഓക്കെ, ദെൻ അല്ല വെറുതെ വന്നു പോകുന്നവരാണെങ്കിൽ യു ക്യാൻ ലീവ് നൗ. ഓക്കെ, ദെൻ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ വരാവുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോർമാറ്റ് എറേഴ്സ് ആണ്. ഈ ഫോർമാറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ കോൾ ഷീറ്റിന്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. കോൾ ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിക്കണം. അത് ബൈഹേർട്ട് പോലെ പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും കോൾ ഷീറ്റിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനി ആ കോൺസെപ്റ്റിനേക്കാൾ ഉപരി ആ ഫോർമാറ്റ് അതല്ലാത്ത വേറൊരു ഫോർമാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, ഇപ്പൊ നിർബന്ധമായിട്ടും കോൾ ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ മറ്റൊന്ന് കാൽക്കുലേഷൻ സ്പീഡ്. നമ്മളിപ്പോ സിമ്പിൾ കാൽക്കുലേഷൻസിന് ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. എക്സാം ഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ്. ഇത് എല്ലാ പേപ്പേഴ്സിനും അപ്ലിക്കബിൾ ആണ്. ഹൈലി ഫ്ലെക്സിബിൾ ആവാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പിന്നെ അതിന് കുറെ ടൈം സ്പെൻഡ് ചെയ്യരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ആദ്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. നോർമലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ അല്ലെങ്കിൽ സെയിം ഓർഡറിൽ ചെയ്യുന്നത് എപ്പോഴും ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യന് വേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്ത് അവിടെ മണ്ടത്തരം ഇടുന്നതിനേക്കാൾ നല്ലത് അറിയാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ അവിടെ സ്ട്രക്ചറൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഓൾ നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ്, ഫ്ലെക്സിബിലിറ്റിയിലേക്കാണ് നിങ്ങൾ മാറുക. ഇപ്പൊ നിങ്ങളിപ്പോ മിനിയാന്ന് നമ്മൾ സ്കെഡ്യൂൾ ഇട്ടുന്നു. ഈ സ്കെഡ്യൂളൊക്കെ നിങ്ങളുടെ റിവിഷൻ സ്കെഡ്യൂൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്നോട് കുറെ കുട്ടികൾ ചോദിച്ചു ഇത് എങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഫസ്റ്റ് റിവിഷൻ നമ്മൾ 30 days ആണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഈ 30 days ഓരോ സബ്ജക്റ്റിനും 15 days വെച്ചിട്ട് കിട്ടുക. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡന്റിന് 15 days വെച്ചിട്ടാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിനെയും 15 ടോപ്പിക്സ് ആക്കി മാറ്റുക. അത് 15 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ചില ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റർ ആയിരിക്കും, ചില ചാപ്റ്റേഴ്സ് വലുതായിരിക്കും. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും 15 ആക്കുക. ദെൻ എല്ലാ ദിവസവും 3 സബ്ജക്റ്റ് എങ്കിലും മിനിമം കവർ ചെയ്യുക. ഓരോ ഗ്രൂപ്പായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി മിക്സ്ഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ. മിനിമം 3 സബ്ജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ദിവസം കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആഫ്റ്റർ ഓൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് സ്വാപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നും മറ്റൊരു സബ്ജക്റ്റിലേക്ക് സ്വാപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ഒഴിവാക്കുന്ന ഒരു പരിപാടി എന്ത് ചെയ്യാൻ, മാറ്റി വെക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻറ്റ് തിയറി ഓഫ്കോഴ്സ് ഞാൻ എന്തായാലും അതെത്തുമ്പോൾ ഓരോന്നോരോന്നും നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് തന്നെ പറയും. ഇത് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയും. എന്ന് വിചാരിച്ച് ബാക്കിയുള്ള തിയറീസ് വേണ്ടെന്നല്ല, ബാക്കിയുള്ള തിയറീസും അതിൻ്റെ കൂടെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ എവ്രി വൺ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എന്നെ കോണ്ടാക്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യനോ ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ, അത് ക്ലാസ് വാങ്ങിച്ചവരായിക്കോട്ടെ വാങ്ങിക്കാത്തവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ യു ക്യാൻ ഫ്രീലി ആസ്ക്. ഓക്കെ, ദെൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്തൂടെ? ആർ യു ഗൈസ് റെഡി? എവ്രി വൺ, ഹലോ എവ്രി വൺ. എടാ നിങ്ങൾ ഉഷാറില്ലടാ, പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഹലോ, യാ ഗുഡ്. അപ്പോ യാ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ ഓവർ ഹെഡ്സ് എന്നുള്ളൊരു ചാപ്റ്ററാണ് പറയുന്നത്. ഞാൻ ബേസിക്സ് അതായത് നിങ്ങൾ കോൺസെപ്റ്റ് അടക്കം വേണ്ടവരെന്നല്ലേ ഇവിടെ വന്നിട്ടില്ല. ജസ്റ്റ് പ്രോബ്ലംസ് മാത്രം കിട്ടേണ്ടവരാണോ അല്ലെങ്കിൽ നല്ല കോൺസെപ്റ്റ് ബേസ്ഡ് പ്രോബ്ലം കിട്ടേണ്ടവരാണോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നല്ലത്. ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങളിപ്പോ ഞാൻ തിയറി പറയുകയാണെന്ന് വിചാരിക്കരുത്. എപ്പോഴും മനസ്സിലാക്കുക, പോസ്റ്റിങ്ങിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇന്നൊരു 10 പ്രോബ്ലം ചെയ്തെന്ന് വിചാരിക്കുക. ഞാൻ പക്ക കോൺസെപ്റ്റ് എടുക്കാതെ അതാത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ കോൺസെപ്റ്റ് എടുത്താൽ ഇറ്റ്സ് എ ലോജിക്കൽ പേപ്പർ യുനോ. അപ്പോൾ ഈ നമ്മൾ ആദ്യം കോൺസെപ്റ്റ് എടുത്താൽ ചിലപ്പോൾ നമ്മൾ 4 പ്രോബ്ലം ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്കിയുള്ള 10 പ്രോബ്ലം 15 പ്രോബ്ലം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ,
അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പ്ലസ് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യും. ഓക്കെ, അതിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നത് ഒരു ദിവസം അധികം എടുത്തിട്ട് 2 ദിവസം അധികം എടുത്തിട്ടായാലും നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ ഓവർ ഹെഡ്, വാട്ട് ഈസ് ഓവർ ഹെഡ് എന്ന് ചോദിച്ചാൽ, ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് വിളിക്കുക. ഈ ട്രേസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ മീനിങ്? ഇപ്പൊ നമ്മളിപ്പോ ഒരു കാർ ഉണ്ടാക്കുമ്പോൾ സ്റ്റെയറിംഗ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാർ ഉണ്ടാക്കാൻ ഒരു സ്റ്റെയറിംഗ് വേണം. യെസ് ഓർ നോ? ആ സ്റ്റെയറിംഗിന് എന്തൊക്കെ ചിലവ് വന്നോ അതെല്ലാം ആ ഒരു കാർ ഉണ്ടാക്കാനുള്ള ചിലവാണെന്നുള്ളത് കറക്റ്റ്ലി സ്പെസിഫിക് ആണ്. യെസ് ഓർ നോ? അപ്പോൾ അതിനെ ട്രേസബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ട് കോസ്റ്റ് എന്ന് വിളിക്കും. എന്നാൽ ചില ഐറ്റം ഓഫ് കോസ്റ്റ് നമുക്ക് കറക്റ്റ്ലി എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ കാറിന് വേണ്ടി കാർ മേക്കിംഗ് കമ്പനി ക്ലീനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. കാർ മേക്കിംഗ് കമ്പനി ക്ലീനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. അവരുണ്ടാക്കുന്ന പുതിയ പുതിയ കാർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ ഒരു ക്ലീനിങ് പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്ലീനിങ് മെറ്റീരിയലിന് ഇമാജിൻ ദ കോസ്റ്റ് ഈസ് 10,000. ക്ലീനിങ് മെറ്റീരിയലിന്റെ കോസ്റ്റ് 10,000 ആണ്. ഈ ഒരു ക്ലീനിങ് കിറ്റ് വെച്ച് നമുക്ക് 10 കാർസ് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീനിങ് കിറ്റ് വെച്ച് 10 കാർസ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ 10,000 രൂപയാണ് നമ്മുടെ ചെലവ്. 10 കാർ ക്ലീൻ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു കാറിന് 1000 രൂപയല്ലേ ചെലവ് വരിക? യെസ് ഓർ നോ? മക്കളെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണ്? അപ്പൊ 10,000 രൂപ എന്നുള്ള കോസ്റ്റ് 10 കാറിന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാറിന് 1000 രൂപയല്ലേ വരിക? അപ്പൊ അത് ട്രേസബിൾ ആണോ നോൺ ട്രേസബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ട്രേസബിൾ ആണോ നോൺ ട്രേസബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് നോട്ട് ട്രേസബിൾ. അതെന്ത് കോസ്റ്റ് അല്ല? ട്രേസബിൾ കോസ്റ്റ് അല്ല. ഓക്കെ, എന്തുകൊണ്ട് അത് ട്രേസബിൾ കോസ്റ്റ് അല്ല എന്ന് പറയുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒരു യൂണിറ്റിന് 1000 ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും അത് എക്സാക്ട് കോസ്റ്റ് ആണോ ആവറേജ് കോസ്റ്റ് ആണോ? അത് എക്സാക്ട് കോസ്റ്റ് ആണോ ആവറേജ് കോസ്റ്റ് ആണോ? എവ്രി വൺ മാക്സിമം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇന്ററാക്ട് ചെയ്യുക. അത് എക്സാക്ട് കോസ്റ്റ് ആണോ ആവറേജ് കോസ്റ്റ് ആണോ? ഇങ്ങനെ ആവറേജ് കോസ്റ്റ് പറയുന്നതെല്ലാം, നമ്മളിങ്ങനെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നതെല്ലാം ഇൻഡയറക്ട് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എക്സാക്ട്ലി പറയാൻ പറ്റുന്ന കോസ്റ്റ് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? എക്സാക്ട്ലി പറയുന്ന കോസ്റ്റ് മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? ഡയറക്ട് കോസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആവറേജ് ചെയ്ത് നമ്മൾ പറയുന്ന കോസ്റ്റ് ഒക്കെ എന്താണ്? ഇൻഡയറക്ട് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡയറക്ട് കോസ്റ്റ് ആയാലും ഇൻഡയറക്ട് കോസ്റ്റ് ആയാലും അൾട്ടിമേറ്റ്ലി ഇത് കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യണം. യെസ് ഓർ നോ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഒരു കാർ മേക്കിംഗ് കമ്പനി അവന്റെ ഫാക്ടറിക്ക് റെന്റ് കൊടുക്കുകയാണ്. ഒരു കാർ മേക്കിംഗ് കമ്പനി അവന്റെ ഫാക്ടറിക്ക് റെന്റ് കൊടുക്കുകയാണ്. ഈ റെന്റ് എന്ന് പറയുന്നത് ഓരോ കാറിനും കറക്റ്റ്ലി എത്രയാണെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നോ. കാരണം ഓരോ കാർ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസോ അല്ലെങ്കിൽ അത് എത്ര സമയം അവിടെ നിന്നോ എന്നതൊന്നും നമുക്ക് എക്കണോമിക്കലി ട്രേസ് ചെയ്യാൻ പറ്റില്ല. എക്കണോമിക്കലി ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ യെസ്. ഇക്കണോമിക്കലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെ ഡയറക്ട് കോസ്റ്റ് എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ റെന്റ് നമ്മൾ 10,000 ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഓരോ കാറിനും എക്സാക്ട്ലി എത്ര റെന്റ് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ ഈ റെന്റൽ കോസ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിനോടാണോ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് യെസ്. ഒരു കമ്പനിക്ക് വരുന്ന എല്ലാ ചെലവും നമ്മൾ കസ്റ്റമേഴ്സിനോടാണ് വാങ്ങിക്കുക, പ്രൊവൈഡഡ് ഇറ്റ്സ് നോർമൽ. എന്ത് കോസ്റ്റ് ആണെങ്കിൽ? നോർമൽ കോസ്റ്റ് ആണെങ്കിൽ എവ്രി വൺ. ഒരു കമ്പനിക്ക് ചെലവ് വന്നാൽ, എന്ത് എക്സ്പെൻസ് വന്നാലും അത് കളക്ട് ചെയ്യാൻ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി സഫർ ചെയ്യാം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. കസ്റ്റമേഴ്സിനോട് എന്ത് കോസ്റ്റ് കളക്ട് ചെയ്യുമെന്ന് വെച്ചാൽ നോർമലി വരുന്ന എല്ലാ കോസ്റ്റും കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യും. എന്നാൽ എബ്നോർമലി വരുന്ന കോസ്റ്റ് ഒന്നും നമുക്ക് ആരോട് കളക്ട് ചെയ്യാൻ പറ്റില്ല? കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാൻ പറ്റില്ല. നോർമലി വരുന്ന എല്ലാ കോസ്റ്റും കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാം. എബ്നോർമലി വരുന്ന ഒരു കോസ്റ്റും കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കമ്മിങ് ടു ദി പോയിന്റ്, നമ്മുടെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോർമൽ കോസ്റ്റ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു ചെലവ് തന്നെയാണ് ഓവർ ഹെഡ്. ലൈക്ക് റെന്റ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ്, അഡ്വർടൈസ്മെന്റ്,
പവർ, ഇലക്ട്രിസിറ്റി, ഈ കോസ്റ്റ് ഒക്കെ ഒരു കമ്പനിക്ക് നോർമലി വരുന്ന ചെലവാണ്. അപ്പൊ ഈ ചെലവൊക്കെ നമ്മൾ ആരോട് കളക്ട് ചെയ്യേണ്ടതുണ്ട്? കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യേണ്ടതുണ്ട്. കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ കളക്ട് ചെയ്യാം? നമ്മള് വരുന്ന കസ്റ്റമറോട് പറയല്ലേ കഴിഞ്ഞ മാസം റെന്റ് കൊടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യല്ലേ ചെയ്യാം? എവ്രിവൺ അല്ലടാ. ഇപ്പൊ ഞാൻ കാർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഓക്കെ, അപ്പൊ എന്റെ ഫാക്ടറിയുടെ റെന്റ് നമ്മളിങ്ങനെ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ കളക്ട് ചെയ്യാനോ ചെയ്യാം? അല്ല, നമ്മളത് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം. യെസ് ഓർ നോ? അപ്പൊ ഇത് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്താലേ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുള്ളൂ. പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ റെന്റ് ഒരു യൂണിറ്റിന് എത്രയാണെന്ന് അറിയണം. യെസ് ഓർ നോ? ഇത് എത്രയാണെന്ന് കറക്റ്റ്ലി അറിയുമെന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് വിളിച്ചത്. യെസ് ഓർ നോ? Now the only option is we can take the average. ഒരു ആവറേജ് കോസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ് ആയതുകൊണ്ട്. അപ്പൊ ഈ ഓവർ ഹെഡ് കോസ്റ്റിനെ പ്രൊഡക്റ്റിലേക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ചാപ്റ്റർ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡയറക്ട് കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്ട് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഡയറക്ട് കോസ്റ്റും പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം, ഇൻഡയറക്ട് കോസ്റ്റും പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഡയറക്ട് കോസ്റ്റും പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം, ഇൻഡയറക്ട് കോസ്റ്റും പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഡയറക്ട് കോസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല? അത് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണ്. ഓക്കെ, നേരിട്ട് തന്നെ ആ പ്രൊഡക്റ്റിന് എത്രയാണെന്ന് അറിയാനും പറ്റും, ആഡ് ചെയ്യാനും പറ്റും. എന്നാൽ ഇൻഡയറക്ട് കോസ്റ്റും നമുക്ക് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് നമുക്ക് ഇൻഡയറക്ട് കോസ്റ്റ് എക്സാക്ട്ലി എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഓരോ യൂണിറ്റിന് എത്രയാണെന്ന് കണ്ടെത്തണം. ആ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഐഡിയ ഈസ് ക്ലിയർ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹൗ ടു അബ്സോർബ് ഓവർ ഹെഡ് കോസ്റ്റ് ഇൻ ടു ദി പ്രോഡക്റ്റ് യൂണിറ്റ്. ഈ ഒരു ചാപ്റ്ററിന്റെ നമ്മുടെ പർപ്പസ് എന്താണ്? ഹൗ ടു അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. എന്തിന്? ഓവർ ഹെഡ് കോസ്റ്റ് ഇൻ ടു ദി പ്രോഡക്റ്റ് യൂണിറ്റ്. പ്രൊഡക്റ്റ് യൂണിറ്റിലേക്ക് ഓവർ ഹെഡ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ് ഈ ചാപ്റ്ററിന്റെ അൾട്ടിമേറ്റ് പർപ്പസ്. ഓക്കെ എവ്രി വൺ, ഇത്രയും പറഞ്ഞ പർപ്പസ് പറഞ്ഞാൽ മനസ്സിലായനോ? മനസ്സിലായനോ? ബേസിക്കലി ദർ ആർ 3 ടൈപ്സ് ഓഫ് ഓവർ ഹെഡ്സ്. എവ്രി വൺ, പൊതുവെ ഒരു കമ്പനിക്ക് 3 തരം ഓവർ ഹെഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് മാനുഫാക്ചറിംഗ് ഓവർ ഹെഡ് ഓർ ഫാക്ടറി ഓവർ ഹെഡ് ഓർ വർക്ക്സ് ഓവർ ഹെഡ്. ഈ 4 പേരും മനസ്സിലാക്കുക. ബട്ട് ത്രൂ ഔട്ട് ദ ജേർണി നമ്മുടെ 15 ചാപ്റ്റേഴ്സിലും ചാപ്റ്റർ നമ്പർ 1 ഒഴികെ അല്ലെങ്കിൽ ചാപ്റ്റർ നമ്പർ ടു ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഓവർ ഹെഡ് പല സ്ഥലങ്ങളിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ഈ ഓവർ ഹെഡിന്റെ പേര് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് മാനുഫാക്ചറിങ്, മറ്റൊരു സ്ഥലത്ത് ഫാക്ടറി, മറ്റൊരു സ്ഥലത്ത് വർക്ക്സ്. All are one and the same. Okay, then secondly we have office and administration overhead. Third one is selling and distribution overhead. Everyone, ഹലോ, ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കാൻ താല്പര്യമുണ്ട്? മൈക്ക് ഓൺ ആക്കിയിട്ട് റെസ്പോണ്ട് ചെയ്തോളൂ. എവ്രിവൺ, ആർക്കെങ്കിലും മൈക്ക് ഓൺ ആക്കാൻ താല്പര്യമുണ്ടോ? നന്നായിരിക്കും, നിങ്ങളുടെ അറ്റൻഷനും കൂടും, എനിക്കൊരു സപ്പോർട്ടും ആയിരിക്കും. എവ്രിവൺ, ഹലോ, എനിവൺ നാണും മാനൊന്നും വിചാരിക്കണ്ടട്ടാ. ഇവിടെ തെറ്റിയാലും ശരിയായാലും കുഴപ്പമൊന്നുമില്ല. ആർക്കും നിങ്ങളൊന്നും അറിയില്ല. ഓക്കെ, എനിവൺ? നോബഡി ഇസ് ദർ? നോബഡി ഇസ് ദർ? എടാ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഞാൻ യെസ് ഓർ നോ ചോദിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട്. ഹലോ, അടിപൊളി. ഒരാളും റെഡി അല്ലേ അല്ലേ? ആരെങ്കിലും എപ്പോഴെങ്കിലും റെഡി ആകുമ്പോൾ ഒന്ന് അറിയിക്കട്ടാ. യെസ്, ഗുഡ്. വിഷ്ണുപ്രിയ, റെഡിയാണ് അല്ലേ? യെസ്, ഗുഡ്. ഇനി ആർക്കെങ്കിലും ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കുക കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ബേസിക്കലി 3 തരം ഓവർ ഹെഡ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, ഈ എല്ലാ ഓവർ ഹെഡ്സും നമുക്ക് അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിനോട് തന്നെയാണ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഞാനൊരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, ഇന്ന് ഇമാജിൻ മാർച്ച് ഏപ്രിൽ 1 ആണ്. ഇന്ന് ഏപ്രിൽ 1 ആണ്. ഓക്കെ, ടുഡേ ഈസ് ഏപ്രിൽ 1. ഇമാജിൻ ഇന്ന് ഏപ്രിൽ 1 ആണ്. ഇന്ന് നമ്മളൊരു കമ്പനി തുടങ്ങി. ഇറ്റ്സ് എ കാർ മേക്കിംഗ് കമ്പനി. ഓക്കെ, ഏപ്രിൽ 1 ഒരു കാർ മേക്കിംഗ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇന്ന് രാവിലെ നമ്മുടെ കമ്പനിയുടെ ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളൊരു കാർ പ്രൊഡ്യൂസ് ചെയ്തെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ കാറിന് നമുക്ക് ട്രേസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് 10,000, ട്രേസബിൾ ആയിട്ടുള്ള വേജസ് 8,000, ദെൻ ട്രേസബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് 2,000, ടോട്ടലി
ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് 20,000 വന്നത്. ഈ കോസ്റ്റ് ഞാൻ ഡയറക്ട്ലി തന്നത് ഏത് കമ്പനി ആണെങ്കിലും ഇത് ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് റിയൽ ലൈഫിലും ഇല്ല. ഇനി നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യണം. യെസ് ഓർ നോ? അതിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട്, ഓഫീസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പൊ ഈ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയട്ടെ. ഇന്ന് April 1 ആണ്. ഇന്നാണ് നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ ഡേ. ഇന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് തന്നെ നമുക്ക് ഈ കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിൽക്കണമെങ്കിൽ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? എവ്രി വൺ. ഇന്ന് നമുക്ക് ഈ കാർ റെഡി ആയതിനു ശേഷം വിൽക്കാൻ ഡിമാൻഡ് വരികയാണെങ്കിൽ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? എവ്രി വൺ. യെസ് ഓർ നോ? ഇന്നുണ്ടാക്കിയ കാറ് ഇന്ന് തന്നെ ഡിമാൻഡ് വന്നാൽ നമുക്കത് വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? യെസ്, ഓഫ് കോഴ്സ്. whenever the demand comes we should sell it. യെസ് ഓർ നോ? എന്നാണോ ഡിമാൻഡ് വരുന്നത് അന്ന് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റണ്ടേ? ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ വി ഷുഡ് ഹാവ് എ സെല്ലിംഗ് പ്രൈസ്. ഈ കാറ് വിൽക്കണമെങ്കിൽ ഈ കാറിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണ്ടേ? യെസ് ഓർ നോ? ഇന്നിപ്പോ April 1 നമ്മൾ ഈ കാർ ഉണ്ടാക്കിയപ്പോൾ 20,000 റുപ്പീസ് നമുക്ക് ചെലവ് വന്നു. ഇനി ഈ കാറിന് ഡിമാൻഡ് വന്നാൽ നമുക്ക് ഈ കാറ് വിൽക്കാൻ പറ്റണം. വിൽക്കണമെങ്കിൽ പ്രൈം കോസ്റ്റ്, ഡയറക്ട് കോസ്റ്റ് മാത്രം ആഡ് ചെയ്തിട്ടാണോ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്? എവ്രി വൺ. ഡയറക്ട് കോസ്റ്റ് മാത്രം ആഡ് ചെയ്തിട്ടാണോ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്? നോ. നമുക്ക് ഏത് കോസ്റ്റും കൂടി ആഡ് ചെയ്യണം? ഇൻഡയറക്ട് കോസ്റ്റും കൂടി ആഡ് ചെയ്യണം. യെസ് ഓർ നോ? ഇന്ന് April 1 അല്ലേ? എല്ലാ ഇൻഡയറക്ട് കോസ്റ്റും ഇന്നാണോ വരിക? ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫാക്ടറിയുടെ റിപ്പയേഴ്സും മെയിൻ്റനൻസും കാറിന്റെ അല്ലാട്ടാ, കാർ പുതിയ ഉണ്ടാക്കാണ്. ഓക്കെ, നമ്മുടെ ഫാക്ടറിയുടെ റിപ്പയേഴ്സും മെയിൻ്റനൻസ് ഒക്കെ വരൂലേ? പീരിയോഡിക് സർവീസ് ഒക്കെ വരില്ലേ? വരൂലടോ. അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറിക്കും ബിൽഡിങ്ങിനൊക്കെ ഡിപ്രീസിയേഷൻ വരൂലേ? ഇതൊക്കെ ഡയറക്ട് കോസ്റ്റാ ഇൻഡയറക്ട് കോസ്റ്റാ? എവ്രി വൺ. ഡയറക്ട് കോസ്റ്റാ ഇൻഡയറക്ട് കോസ്റ്റാ? ഈ പറഞ്ഞ കോസ്റ്റ് ഒക്കെ ഡയറക്ട് കോസ്റ്റ്, ഇൻഡയറക്ട് കോസ്റ്റ് ആണ്. അപ്പൊ ഈ ഇൻഡയറക്ട് കോസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കണ്ടേ? അത് ഇന്ന് April 1 തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ? എവ്രി വൺ. നമ്മുടെ ബിൽഡിങ്ങിന് എത്ര റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ഒക്കെ വന്നെന്നുള്ളത് ഇന്ന് April 1 അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇന്ന് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാണോ റിപ്പയേഴ്സ് ചെയ്യുന്നത് അന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? ഇന്ന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് April 1 ആണ്. ഇന്ന് തന്നെ എന്റെ ബിൽഡിംഗ് ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ റിപ്പയേഴ്സും മെയിൻ്റനൻസും ചെയ്യില്ലല്ലോ. എന്നാണോ ഇത് ആവശ്യമായിട്ട് വരുന്നത് അന്നല്ലേ ചെയ്യുക. യെസ് ഓർ നോ? ഇമാജിൻ നമ്മുടെ റിപ്പയേഴ്സ് വന്നത് ഓഗസ്റ്റിലാണെന്ന് വിചാരിക്കുക. അതായത് April 1 കഴിഞ്ഞു, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് എന്ത് വന്നത്? നമുക്ക് റിപ്പയേഴ്സും മെയിൻ്റനൻസ് ഒക്കെ വന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അന്ന് വരുന്ന കോസ്റ്റ്, ഓഗസ്റ്റിൽ വരുന്ന കോസ്റ്റ് ഓഗസ്റ്റ് മാസത്തെ റിപ്പയർ കോസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫ്രം April to ഓഗസ്റ്റിൽ ആ ഒരു ത്രൂ ഔട്ട് ദ ജേർണി വന്ന റിപ്പയർ കോസ്റ്റ് ആയിരിക്കില്ല അത്. യെസ് ഓർ നോ? അപ്പൊ ആ ഒരു സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കാറിനും ആ റിപ്പയർ കോസ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കണ്ടേ? യെസ് ഓർ? അപ്പൊ ഇന്ന് April 1 ഒരു കസ്റ്റമർ വന്ന് ഈ കാറ് വാങ്ങിക്കുമ്പോ അന്ന് വരാൻ പോകുന്ന ആ കോസ്റ്റ് കൂടി നമ്മൾ ഈ കസ്റ്റമറോട് വാങ്ങിക്കണ്ടേ ഒരു എമൗണ്ട്? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇത് കളക്ട് ചെയ്യണമെങ്കിൽ ഇത് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യണം. ബട്ട് ദ ചാലഞ്ച് ഈസ്, ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ കോസ്റ്റ് ഇപ്പോൾ തന്നെ ആക്ച്വൽ എമൗണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ? ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ കോസ്റ്റിന്റെ ആക്ച്വൽ എമൗണ്ട് ഇന്ന് നമുക്ക് അറിയോ ഇല്ലയോ? യെസ് ഓർ നോ? എവ്രി വൺ. ഇല്ല, നമുക്കറിയാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്താ? എസ്റ്റിമേറ്റ് ചെയ്യുക. എന്തേ ഓപ്ഷൻ ഉണ്ടോ? എസ്റ്റിമേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനി കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യേണ്ടത് ആക്ച്വലി വന്ന കോസ്റ്റ് ആണോ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ആക്ച്വലി വന്ന കോസ്റ്റ് ആണ് എല്ലാ കസ്റ്റമറോടും നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ബട്ട് ഈ ഓവർ ഹെഡിന്റെ ഒക്കെ കാര്യത്തിൽ ആക്ച്വൽ കോസ്റ്റ് അറിയണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദി എൻഡ് ഓഫ് എ പീരീഡ്. ഒരു പീരീഡിന്റെ എൻഡ് വരെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, അത് ഇയർ എൻഡ് തന്നെ ആവണം എന്നില്ല. എന്തായാലും ഇപ്പൊ റിപ്പയേഴ്സ് ആയാലും മെയിൻ്റനൻസ് ആയാലും ഡിപ്രീസിയേഷൻ റെന്റ് ആയാലും ഇതെല്ലാം പീരിയോഡിക് ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ്. യെസ് ഓർ നോ? അപ്പൊ ആ ഒരു പീരീഡ് കഴിയുന്നവരെ കാത്തു നിൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പൊ ഡേ 1 ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമറിന് ഡേ 1 തന്നെ കാറ് വിൽക്കണം. അപ്പൊ ഡേ 1 തന്നെ കാറ് വിൽക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം.
പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഡയറക്ട് കോസ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരെ, ഏത് കോസ്റ്റും അറിയണം, ഇൻഡയറക്ട് കോസ്റ്റും അറിയണം. ഇതിൽ ഡയറക്ട് കോസ്റ്റ് നമുക്ക് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണ്, യെസ് ഓർ നോ? എന്നാൽ ഇൻഡയറക്ട് കോസ്റ്റ് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴും ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വി ഷുഡ് ടേക്ക് എസ്റ്റിമേറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തട്ടെ, ഇപ്പൊ ഏത് ബിസിനസ് സ്ഥാപനമാണെങ്കിലും, ഏത് കമ്പനി ആണെങ്കിലും, ഏത് മാനുഫാക്ചറിങ് കമ്പനി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരൊക്കെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഒരു വില പറയുന്നില്ലേ? എവ്രി വൺ അല്ലെ? പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഒരു വില പറയുന്നില്ലേ? അത് അപ്പോൾ അവര് അവിടെ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റഡ് ബേസിസിലായിരിക്കും, ആക്ച്വൽ ബേസിസിലായിരിക്കും? എസ്റ്റിമേറ്റഡ് ബേസിസ്. ഓഫ് കോഴ്സ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ആക്ച്വൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ആക്ച്വൽ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ എടുക്കാം. ഈ ആക്ച്വൽ അറിയാന്നുള്ളത് ഡയറക്ട് കോസ്റ്റിന് പോസിബിൾ ആവാം, ഇൻഡയറക്ട് കോസ്റ്റിന് പോസിബിൾ ആവണമെന്നില്ല. പറയുന്നത് മനസ്സിലായോ? ഇൻഡയറക്ട് കോസ്റ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒരു കൊല്ലം വരെ കാത്തിരിക്കണം. ഇപ്പൊ ഇന്നുണ്ടാക്കിയ ഒരു കാറ് ഒരു കസ്റ്റമർ വാങ്ങാൻ വന്നപ്പോ അയാളോട് എന്താ പറയാ? അടുത്ത വർഷം വരെ കാത്തിരിക്ക്, ബാക്കിയുള്ള കോസ്റ്റ് ഒക്കെ വരട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് ആയിരിക്കോ, ആക്ച്വൽ ഓവർ ഹെഡ് ആയിരിക്കോ? എവ്രി വൺ, കസ്റ്റമേഴ്സിന് നമ്മൾ കളക്ട് ചെയ്യാവുന്ന എസ്റ്റിമേറ്റഡ് ആയിരിക്കോ, ആക്ച്വൽ ആയിരിക്കോ? എസ്റ്റിമേറ്റഡ് ആയിരിക്കും. നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ എസ്റ്റിമേറ്റ് കളക്ട് ചെയ്യാന്നുള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് വെച്ച് കളക്ട് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ ആക്ച്വൽ ഫിഗർ സംഭവിക്കൂലേ? യെസ് ഓർ നോ? പിയർ എൻഡ് ആയിക്കോട്ടെ, ഒരു പീരീഡിന്റെ എൻഡിൽ ഇതിന്റെ ആക്ച്വൽ വരൂലേ? വരൂലോ. അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് വെച്ച് കളക്ട് ചെയ്തതും ആക്ച്വലി സംഭവിച്ചതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവൂലേ? ഇല്ലേ? നമ്മളിപ്പോ ഇന്നൊരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് പോയി, ദെൻ ഇയർ എൻഡോ അല്ലെങ്കിൽ ഒരു പീരീഡ് എൻഡോ ക്വാർട്ടർ എൻഡോ എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് ആക്ച്വൽ കിട്ടുമ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് വന്നൂടെ? ആ ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം. പറയുന്നത് മനസ്സിലായോ? എന്തുകൊണ്ട് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ സംഭവിക്കുന്നു വെച്ചാൽ വി ആർ ടേക്കിംഗ് എസ്റ്റിമേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വൽ. നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നു ഏതിന് പകരം? ആക്ച്വലിന് പകരം. ദെൻ വൈ വി ആർ ടേക്കിംഗ് എസ്റ്റിമേറ്റ്സ് എന്ന് ചോദിച്ചാൽ ആക്ച്വൽ ഫിഗേഴ്സ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് എന്ത് അവൈലബിൾ അല്ല? ആക്ച്വൽ ഫിഗർ അല്ല. സോ വി ആർ ടേക്കിംഗ് എസ്റ്റിമേറ്റ്സ്. യെസ് ഓർ നോ? എന്തിനാണ് ആക്ച്വൽ ബിഗിനിങ്ങിൽ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ഡേ 1 മുതൽ കസ്റ്റമേഴ്സ് വരും. കസ്റ്റമേഴ്സ് വരുമ്പോൾ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം. പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് അറിയണം. ഡയറക്ട് കോസ്റ്റ് മാത്രം ആഡ് ചെയ്ത പോലെ ഇൻഡയറക്ട് കോസ്റ്റും ആഡ് ചെയ്യണം, പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണ്ടേ? ഹലോ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചാലഞ്ചസ് മനസ്സിലായോ എവ്രി വൺ? ഹലോ? ഇവിടെ എന്തുകൊണ്ട് എസ്റ്റിമേറ്റ്സ് എടുക്കുന്നു, എന്തുകൊണ്ട് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ വരുന്നതിന്റെ റീസൺ എന്താണ്? അണ്ടർ ഓവർ അബ്സോർപ്ഷൻ ഒക്കെ നമ്മൾ ഇതിന്റെ എൻഡ് ഓഫ് ദി സെഷനിൽ പറയും. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഓവർ ഹെഡിനെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് മുതലാണ് എക്സാമിന് പ്രോബ്ലം ക്വസ്റ്റ്യൻ തുടങ്ങുക. ഓക്കെ എവ്രി വൺ. അപ്പോൾ ഓവർ ഹെഡ് എന്നുള്ള കോസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോ. കാരണം നമുക്ക് ട്രേസബിൾ കോസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ദർ ആർ 4 സ്റ്റെപ്പ് പ്രോസസ്. എത്ര സ്റ്റെപ്പ് പ്രോസസ് ഉള്ളത്? 4 സ്റ്റെപ്പ്. വേണമെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്ത് 3 സ്റ്റെപ്പ് എന്ന് പറയാം. ഓക്കെ, 4 സ്റ്റെപ്പ് ഓർ 3 സ്റ്റെപ്പ് എന്ന് പറയാം. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലോക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോർഷൻമെന്റ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീ അപ്പോർഷൻമെന്റ്, നാലാമത്തത് എബ്സോർപ്ഷൻ. ഈ നാലാമത്തെ എബ്സോർപ്ഷൻ എന്നുള്ള സ്റ്റേജിലാണ് ഓവർ ഹെഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുക. ഇപ്പൊ നമ്മൾ ഈ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്ന് വെച്ചാൽ ട്രഡീഷണൽ ടെക്നിക്കാണ്. ട്രഡീഷണൽ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ട്രഡീഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പൊ ഈ എബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാനുള്ള സ്റ്റേജസ് ആണ് ഇത്. എബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എങ്ങനെയാണ് ഓവർ ഹെഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്? ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ABC വളരെ ഈസി ആയിട്ട് പഠിക്കട്ടോ എവ്രി വൺ. ഈ ചാപ്റ്റർ നന്നായിട്ട് ശ്രദ്ധിക്കാൻ. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ABCയിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് വളരെ സിമ്പിൾ പ്രോസസ്സിലൂടെയാണ്. അതായത് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇത് ABC ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓവർ ഹെഡ് എന്നുള്ള അബ്സോർപ്ഷൻ ബേസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ദെൻ ഓവർ ഹെഡിന്റെ ഡീൽ ചെയ്യാൻ അടുത്ത ചാപ്റ്റർ ആണ് ABC. ആ ABC എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹലോ?
എവ്രി വൺ ഇത്രയും പറഞ്ഞത് ഓക്കെയാണോ? അപ്പോൾ ഇവിടെ 4 സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എലോക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പോർഷൻമെന്റ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് റീ അപ്പോർഷൻമെന്റ്, നാലാമത്തെ സ്റ്റെപ്പാണ് എബ്സോർപ്ഷൻ. ഓക്കെ, ഇതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് എലോക്കേഷൻ, അപ്പോർഷൻമെന്റ്, ഈ 2 സ്റ്റെപ്പിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഈ 2 സ്റ്റെപ്പിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. എവ്രി വൺ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പാണ്? എലോക്കേഷനും അപ്പോർഷൻമെന്റും. ഓക്കെ, റീ അപ്പോർഷൻമെന്റിനെ മാത്രം വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, റീ അപ്പോർഷൻമെന്റിനെ മാത്രം വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എബ്സോർപ്ഷൻ. സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, എബ്സോർപ്ഷൻ എന്ന് 3 സ്റ്റെപ്പായിട്ട് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഓൾ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വേയില്, ദാറ്റ് ഈസ് എബ്സോർപ്ഷൻ കോസ്റ്റിംഗില് ഓവർ ഹെഡ്സ് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യലാണ് നമ്മുടെ പ്രോബ്ലം. യെസ് ഓർ നോ? ഓവർ ഹെഡ്സിനെ പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ ഓവർ ഹെഡ്സിനെ നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോ. കാരണം ഇത് ഓരോ യൂണിറ്റിനും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പൊ ഈ ഓവർ ഹെഡിനെ പ്രൊഡക്റ്റിലേക്ക് എങ്ങനെ അബ്സോർബ് ചെയ്യുന്ന വെച്ചാൽ ഓവർ ഹെഡിനെ ഫേസ്റ്റ്ലി നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓവർ ഹെഡ്സിനെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ദെൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഡക്റ്റിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇവിടെ നടക്കുന്ന 4 സ്റ്റെപ്പില് നടക്കുന്ന ശരിയായ സ്റ്റെപ്സ് എന്താന്ന് വെച്ചാൽ ഓവർ ഹെഡ് ഫേസ്റ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിപ്പാർട്ട്മെന്റ്സ്, ദെൻ ഡിപ്പാർട്ട്മെന്റ്, ഫ്രം ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രോഡക്ട്സ്. എവ്രി വൺ ഇതാണ് അൾട്ടിമേറ്റ്ലി നടക്കുന്ന പ്രോസസ്. ഇതാണ് ഈ 4 സ്റ്റെപ്പിലൂടെ നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓവർ ഹെഡ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എത്തുക. എവിടേക്കാണ് എത്തുക? ഡിപ്പാർട്ട്മെന്റിലേക്ക്. ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഓവർ ഹെഡ് എവിടെ എത്തും? ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തും. ദെൻ 4ാമത്തെ സ്റ്റെപ്പ് അബ്സോർപ്ഷൻ എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ ഓവർ ഹെഡ് പ്രൊഡക്റ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓവർ ഹെഡ് എവിടെ തന്നെ ഉണ്ടാവും? ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ ഉണ്ടാവും. ദെൻ 4ാമത്തെ സ്റ്റെപ്പിലാണ് ഓവർ ഹെഡ് എവിടെ എത്തുന്നത്? പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ക്ലിയർ എവ്രിവൺ? ഹലോ, ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റെപ്പും ക്വിക്കായിട്ട് പറയാം, ദെൻ പ്രോബ്ലത്തിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലോക്കേഷൻ ആണ്. ഓക്കെ, ഈ എലോക്കേഷനും അപ്പോർഷൻമെന്റും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ് നല്ലത്. എലോക്കേഷൻ എന്ന് പറയുമ്പോൾ എവ്രിവൺ, എലോക്കേഷൻ ഈസ് എ പ്രോസസ് whereby an overhead item is allocation is a process whereby an overhead item is directly added to the department. Everyone, ഒരു ഓവർഹെഡ് ഐറ്റം നമുക്കൊരു പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു ഓവർഹെഡ് ഐറ്റം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് അലോക്കേഷൻ പ്രോസസ്സ് ചെയ്യാം. എന്നാൽ എല്ലാ ഓവർഹെഡ് ഐറ്റവും ഓരോ ഡിപ്പാർട്ട്മെന്റിന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നതാവണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യാൻ. എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഓവർഹെഡ് ആണ് അലോക്കേറ്റ് ചെയ്യാൻ. ഡിപ്പാർട്ട്മെന്റിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഡിപ്പാർട്ട്മെന്റിനെ ട്രേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഡയറക്ട് കോസ്റ്റ് അല്ലട്ടാ. ഡയറക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിനെ ട്രേസ് ചെയ്യല. ഇവിടെ എന്താ പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. ദെൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യും. ഓക്കെ, സിമിലർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഒരു CA ഇന്റർ ബാച്ച് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഓഫ്ലൈൻ ബാച്ച് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്. അവിടെ CA ഉണ്ട്, CM ഉണ്ട്, SCC ഉണ്ട്, ഇങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. ഓക്കെ, അതിൽ CA ഇന്ററിന് വേണ്ടിയിട്ടുള്ള തിയറി നോട്ട്സ്, എന്റെ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെലവ് വന്നു. ഓക്കെ, തിയറി നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെലവ് വന്നു. ആ ചെലവ് നമ്മൾ ACCA സ്റ്റുഡൻസിനോട് കളക്ട് ചെയ്യണോ വേണ്ടിയോ? എവ്രിവൺ, ആ കോസ്റ്റ് നമ്മൾ ACCA സ്റ്റുഡൻസിനോട് കളക്ട് ചെയ്യണോ വേണ്ടിയോ? CMA കുട്ടികളോട് കളക്ട് ചെയ്യണോ വേണ്ടിയോ? വേണ്ട. അത് നമുക്കറിയാം സ്പെസിഫിക്കലി ആർക്ക് വേണ്ടി വന്നതാണ്? CA സ്റ്റുഡൻസിന് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വന്നതാണ്. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ്ലി പറയാൻ പറ്റുന്ന കോസ്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യാം? ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുള്ളി അലോക്കേറ്റ് ചെയ്യാം. പറയുന്ന പോയിന്റ് മനസ്സിലായനോ? എന്നാൽ നമ്മുടെ പ്രിമൈസസിന്റെ ഫുൾ റെന്റ് അതെല്ലാം CA സ്റ്റുഡൻസിനോട് മാത്രമാണോ വാങ്ങിക്കേണ്ടത്? നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹോൾ റെന്റ് നിങ്ങളോട് മാത്രമാണോ വാങ്ങിക്കേണ്ടത്? അല്ല, അവിടെ എല്ലാവരും അതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. യെസ് ഓർ നോ? അപ്പൊ ആ കോസ്റ്റ് എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കല്ലേ വേണ്ടേ? യെസ് ഓർ നോ? ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനാണ് അപ്പോർഷൻമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ്ലി അറിയാൻ പറ്റുന്ന കോസ്റ്റ്. ഡിപ്പാർട്ട്മെന്റിനാണ്, പ്രൊഡക്റ്റിനല്ല.
ഓക്കെ, ഇതെല്ലാം ഓവർ ഹെഡിന്റെ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടത്തേക്ക് ട്രേസ് ചെയ്യാന്ന മീനിങ്? ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേസ് ചെയ്യാന്ന മീനിങ്. ഓക്കെ, അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാം, ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ് ഒക്കെ അപ്പോർഷൻ ചെയ്യാം. അപ്പൊ എലോക്കേഷനും അപ്പോർഷനും കഴിയുമ്പോൾ ഓവർ ഹെഡ് ഒക്കെ എവിടേക്ക് എത്തും? ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തില്ലേ? യെസ് ഓർ നോ? എലോക്കേഷനും അപ്പോർഷൻമെന്റും കഴിയുമ്പോൾ തന്നെ ഓവർ ഹെഡ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തില്ലേ? യെസ് ഓർ നോ എവ്രി വൺ? അലോക്കേഷനും അപ്പോർഷൻമെന്റും കഴിയുമ്പോൾ ഓവർ ഹെഡ് ഒക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തില്ലേ? എത്തും. പിന്നെ എന്തിനാണ് റീ അപ്പോർഷൻമെന്റ് എന്നൊരു ഡൗട്ട് വരാം. ഓക്കെ, അപ്പൊ അലോക്കേഷനും അപ്പോർഷൻമെന്റും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റീ അപ്പോർഷനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അലോക്കേഷൻ എന്താണ്? ഒരു ഐറ്റം കോസ്റ്റിനെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഐറ്റം കോസ്റ്റ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഐറ്റം കോസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ്ലി പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആരൊക്കെയാണോ അതിന്റെ ബെനിഫിഷ്യറീസ് അവർക്കൊക്കെ അത് ഷെയർ ചെയ്യാം. അതാണ് എന്ത്? അപ്പോർഷൻമെന്റ്. സോ an apportionment is a process. Apportionment is a process whereby an overhead item is shared. An overhead item is shared between departments on a fair basis. Between departments on a fair basis. ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ കൂടി ഒരു ഓവർഹെഡ് ഐറ്റത്തെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അപ്പോർഷൻമെന്റ്. എന്നാൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ്ലി അറിയാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ പറയാണ്, ഇപ്പൊ CA, CMA, ACCA 3 ഡിവിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിന്. ഓക്കെ, അവിടെ ഈ ഓരോ ഡിവിഷനും ഓരോ ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി മീറ്റർ ഓരോ ഡിപ്പാർട്ട്മെന്റിന് കറക്റ്റ്ലി പറയാൻ പറ്റുമോ ഇല്ലയോ? ഓരോ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും ഓരോ ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. അത് ഓരോ കുട്ടിക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോ കുട്ടിക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റുഡൻസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. യെസ് ഓർ നോ? ഒരു കുട്ടിക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുമെന്നല്ല പറഞ്ഞത്. പിന്നെയോ ഒരു ഡിപ്പാർട്ട്മെന്റിന് എത്രയാണെന്ന് പറയാൻ പറ്റും? യെസ് ഓർ നോ? ഹലോ, അങ്ങനെയാണെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്യാം. എന്നാൽ എല്ലാ ക്ലാസ്സുകൾക്കും കൂടിയിട്ട് ഒറ്റ മീറ്റർ ആണെങ്കിൽ, എല്ലാ ക്ലാസ്സുകൾക്കും കൂടി ഒറ്റ മീറ്റർ ആണെങ്കിൽ അത് മൊത്തം CA ഡിപ്പാർട്ട്മെന്റിനോട് കളക്ട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? എവ്രി വൺ. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ചെയ്യാൻ പറ്റില്ല. യെസ് ഓർ നോ? അപ്പൊ അലോക്കേഷനും അപ്പോർഷൻമെന്റും എന്താന്ന് മനസ്സിലായോ? ഈ അപ്പോർഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സിംപ്ലി ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോർഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഷെയർ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ബേസ്. എന്തുണ്ടാവണം? ബേസ് ഉണ്ടാവണം. എന്ത് ബേസ് എടുക്കണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഫെയർ ബേസ് എടുക്കണം. എന്ത് ബേസ് എടുക്കണം എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഫെയർ ബേസ്. ഓക്കെ, അപ്പൊ ഫെയർ ബേസ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചാലഞ്ച്, പൊതുവെ എക്സാമിന് ചാലഞ്ച് എന്ന് പറയുന്നത് അപ്പോർഷൻ ചെയ്യുമ്പോൾ ഓരോന്നിനും ഏത് ബേസ് എടുക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതിപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറെ ബേസിസിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് അത് ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ മക്കളെ? എവ്രി വൺ? ഹലോ, ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ തന്നെയാണോ ഞാൻ പറയുന്നത്? എവ്രി വൺ? അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനോ? ഹെൽപ്ഫുൾ ആണെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ആണ് റിപ്പീറ്റ് എന്ന് പറയാം. എവ്രി വൺ? ഹലോ, ഹെൽപ്ഫുൾ ആണ് സർ. അല്ല മനസ്സിലാവുന്നുണ്ടോന്ന് ഇല്ലെന്നല്ല, ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യമൊക്കെ പറയുമ്പോഴല്ലേ അത് നിങ്ങൾ ബെനിഫിഷ്യൽ ആവാം. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, ഈ ഒരു സാധനം ഷെയർ ചെയ്തിരുന്നു. കിട്ടിയിരുന്നില്ല എല്ലാവർക്കും? എവ്രി വൺ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ കോൺസെപ്റ്റ് മൊത്തം ഡെവലപ്പ് ചെയ്യും. ശരിക്കും ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? 90% കോൺസെപ്റ്റ് ഈ ഒറ്റൊരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. അതായത് ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യലല്ല, ഇതിന്റെ കുറെ നമ്മൾ ആഡ് ഓൺസ് ഒക്കെ ചെയ്തിട്ട് ഒറ്റൊരു ക്വസ്റ്റ്യനിലൂടെ ഓവർ ഹെഡ് എന്നുള്ള ചാപ്റ്ററിന്റെ 90% കവർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു 10% വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മോഡേൺ മാനുഫാക്ചേഴ്സ് ലിമിറ്റഡ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവാം, ബട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത പോലെയല്ലേ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ പല വേർഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? അത് ഒഴിവാക്കരുത്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മോഡേൺ മാനുഫാക്ചേഴ്സ് ലിമിറ്റഡ് ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ്, P1, P2, P3 and 2 service department, S1 and S2. Details pertaining to which are as under.
എവ്രി വൺ. ഈ കമ്പനിക്ക് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും. ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്കറിയാം KSRTC അല്ലെ? KSRTC എന്ത് കമ്പനിയാണ്? എവ്രി വൺ അതറിയില്ല എല്ലാവർക്കും. KSRTC നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? Transport. യെസ്. ഈ KSRTCക്ക് വർക്ക്ഷോപ്പ് ഉണ്ടോ? അവരുടെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യാനുള്ള വർക്ക്ഷോപ്പ് ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? വർക്ക്ഷോപ്പ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ ഇത് KSRTC ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന കമ്പനി എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല. അവരുടെ ഓപ്പറേഷനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനുള്ള സപ്പോർട്ടിങ് സർവീസ് അല്ലത്. ആണോ അല്ലയോ? അല്ലെ, നിങ്ങൾ വലിയ വലിയ കമ്പനിയൊക്കെ വിസിറ്റ് ചെയ്താൽ അവിടെയൊക്കെ ക്യാൻറ്റീൻ ഒക്കെ കാണാൻ പറ്റും. ക്യാൻറ്റീൻ ഒക്കെ കാണുമ്പോൾ അത് റെസ്റ്റോറന്റ് ആണെന്നാണോ നമ്മൾ പറയാ? ആണോ? ഇപ്പൊ നാളിപ്പോ നിങ്ങൾ ബിഗ് ഫോറിൽ കയറാണ്. ബിഗ് ഫോറിൽ കയറി അവിടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ടാവും. അപ്പൊ അതിനകത്തല്ല കോഫി മേക്കിംഗ് ഏരിയ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ ഇതൊരു കോഫി വെക്കുന്ന ഷോപ്പായിട്ട് നമ്മൾ പറയാം. അതെല്ലാം സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ S1 ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്, S2 ക്യാൻറ്റീൻ, എവ്രി വൺ. അപ്പൊ ഈ കമ്പനിക്ക് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണുള്ളത്, P1, P2, P3. ഓക്കെ, 2 സപ്പോർട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, S1 ആൻഡ് S2. ഓക്കെ, ദെൻ ഈ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? എവ്രി വൺ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? 3 production. എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും? എവ്രി വൺ. യാ, 3 എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ എണ്ണം പ്രൊഡക്റ്റിന്റെ എണ്ണം തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫാക്ടറിയാണ് നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ. യെസ് ഓർ നോ? നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ ഒരു പ്രൊഡക്ഷൻ സെന്റർ ഇല്ലേ? അല്ലടോ, വല്ലതും ഉണ്ടാക്കി തരാറില്ല. ഹലോ? Yes. അപ്പൊ ആ കിച്ചണില് നിങ്ങൾക്കറിയാം ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒറ്റ പ്രൊഡക്ഷൻ ഏരിയ ആയതുകൊണ്ട് ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആണോ? No. എന്തൊക്കെ കിട്ടും അതൊക്കെ നിങ്ങളുടെ അമ്മ ട്രൈ ചെയ്യുന്നുണ്ടാവും. യെസ് ഓർ നോ? അപ്പൊ അവിടെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് കുറെ പ്രൊഡക്റ്റും ആയില്ലേ? അപ്പൊ 3 ഡിപ്പാർട്ട്മെന്റ് 3 പ്രൊഡക്റ്റ് എന്നൊന്നും നിർബന്ധമില്ല. ചിലപ്പോൾ 3 പ്രൊഡക്റ്റും കൂടി ഒറ്റ പ്രൊഡക്റ്റ് ആവാം. സോറി, 3 ഡിപ്പാർട്ട്മെന്റും കൂടി ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ചിലപ്പോൾ 3 ഡിപ്പാർട്ട്മെന്റും കൂടി 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ചിലപ്പോൾ 3 ഡിപ്പാർട്ട്മെന്റും കൂടി 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അപ്പൊ പ്രൊഡക്റ്റിന്റെ എണ്ണം ഡിപ്പാർട്ട്മെന്റിന്റെ എണ്ണം തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതില് ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് ആണ്. ഹലോ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഈ ഡയറക്റ്റ് വേജ്. ഓക്കെ, ഹലോ ഹലോ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഡയറക്റ്റ് കോസ്റ്റിനെ കുറിച്ചാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിനെ കുറിച്ചാണ്? Indirect investments. ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഈ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണോ? Direct cost. ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് തോന്നാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളേ. നിങ്ങൾ നോക്കുക, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയണമെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റണ്ടേ? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റണ്ടേ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ P1 എന്നുള്ളത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ P1 എന്നുള്ളത് ഡയറക്റ്റ് വേജ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഡയറക്റ്റ് വേജ് തന്നെ ആയിരിക്കും. കാരണം ഇതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ. P2 ഡയറക്റ്റ് വേജ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൊടുത്തു തന്നെയാണ്. P3 ഡയറക്റ്റ് വേജ് കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൊടുത്തു തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ്, വിത്തൗട്ട് എനി ഡൗട്ട്. എന്നാൽ S1 എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന് കൊടുത്തതെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്യാൻറ്റീനിലെ സ്റ്റാഫിന് വേജ് കൊടുത്താൽ ക്യാൻറ്റീനെ സംബന്ധിച്ച് ഡയറക്റ്റ് വേജാ, അത് പ്രൊഡക്റ്റിന്റെ ഡയറക്റ്റ് കോസ്റ്റ് ആണോ? അല്ല. അപ്പോൾ the direct cost of service departments are indirect cost of the product. Everyone. സർവീസ് ഡിപ്പാർട്ട്മെന്റിന് വരുന്ന മാനുഫാക്ചറിങ് കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. മാനുഫാക്ചറിങ് കമ്പനി മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഡയറക്റ്റ് കോസ്റ്റ് വന്നാൽ അതിനെന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? എവ്രി മാനുഫാക്ചറിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് ഡയറക്റ്റ് വേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് വന്നാൽ അതിന് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്?
ഇൻഡയറക്ട് കോസ്റ്റ്. Indirect cost. ഇൻഡയറക്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയറക്റ്റ് വേജ് മാത്രമേ തന്നുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയലും തരാം. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയലും തന്നാലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ ഒക്കെ ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ്. എന്നാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അത് എന്ത് തന്നെയായിരിക്കും? ഇൻഡയറക്ട് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിനോ എവ്രി വൺ? ദെൻ വർക്കിംഗ് ഹവേഴ്സ് തന്നിട്ടുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്യും. ദെൻ മെഷീൻ വാല്യൂ, ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ്, ലൈറ്റ് പോയിന്റ്സ്, ഫ്ലോ സ്പേസ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനായിരിക്കും തന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദ ഫോളോയിങ് ഫിഗേഴ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആർ റിലവന്റ്. ഈ കമ്പനിക്ക് റെന്റ് ആൻഡ് റേറ്റ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 5,000. റെന്റ് ആൻഡ് റേറ്റ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 5,000. എവ്രി വൺ, ഈ റെന്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആണോ ഇൻഡയറക്ട് കോസ്റ്റ് ആണോ? ഹലോ, ഇൻഡയറക്ട് കോസ്റ്റ്. ഇനി ഈ ഇൻഡയറക്ട് കോസ്റ്റിൽ തന്നെ അലോക്കേഷൻ നടത്തണോ അപ്പോർഷൻ ചെയ്യണോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടല്ലോ എവ്രി വൺ. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കറക്റ്റ്ലി അറിയാൻ പറ്റുന്ന കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അലോക്കേറ്റ് ചെയ്യേണ്ട കോസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ദിസ് ഈസ് വെരി സിമ്പിൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിന് എത്രയാണ് തന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമുള്ള കോസ്റ്റ് ഇൻഡയറക്ട് കോസ്റ്റ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആണോ അല്ലയോ? യെസ് ഓർ നോ? ഇത് അലോക്കേറ്റ് ചെയ്തതാണോ അപ്പോർഷൻ ചെയ്യേണ്ടതാണോ എവ്രി വൺ? ഇത് അലോക്കേറ്റ് ചെയ്തതാണോ അപ്പോർഷൻ ചെയ്യേണ്ടതാണോ? അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന് എത്രയാണെന്ന് കറക്റ്റ്ലി അറിയാമെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്തൂടെ? യെസ് ഓർ നോ എവ്രി വൺ? അലോക്കേറ്റ് ചെയ്തൂടെ? എന്നാൽ ഈ 5,000 എന്ന് പറയുന്ന റെന്റ് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന് എത്രയാണ് തന്നില്ല. പകരം മൊത്തത്തിൽ എത്രയാണ് തന്നിട്ടുണ്ട്? കമ്പനിയുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഈ റെന്റ് നമ്മളിപ്പോ നമുക്കറിയാം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ആ ബിൽഡിംഗിൽ തന്നെ ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ റെന്റ് കൊടുക്കേണ്ടതുണ്ട്. യെസ് ഓർ നോ? അപ്പൊ ഈ റെന്റ് നമുക്ക് ഷെയർ ചെയ്യണോ വേണ്ടിയോ എവ്രി വൺ? റെന്റ് നമ്മൾ ഷെയർ ചെയ്യണോ വേണ്ടിയോ? യെസ് ഓർ നോ എവ്രി വൺ? Yes. യെസ്. അപ്പൊ ഈ റെന്റ് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ബേസ് വേണ്ടേ? എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ? അവിടെ ഫെയർ ബേസ് എടുക്കാനല്ലേ പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എവിടെങ്കിലും നിങ്ങൾക്ക് റെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബേസ് തോന്നുന്നുണ്ടോ എവ്രി വൺ? റെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബേസ് തോന്നുന്നുണ്ടോ? ഏതാണോ? ഫ്ലോസ് Workspace. ഓർ നോ? ഇതല്ലേ റെന്റിന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ 2,000, 2,500, 3,000, 2,500. അപ്പൊ ഈ ഒരു റേഷ്യോയില് ഡിവൈഡ് ചെയ്താൽ പോരെ? യെസ് ഓർ നോ? എന്ന് പറയുമ്പോൾ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4:5:6:4:1. റൈറ്റ് ഓർ റോങ്? റൈറ്റ് ഓർ റോങ്? അപ്പൊ ഈ 5,000 നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. ഇനി അടുത്തത് ജനറൽ ലൈറ്റിംഗ്. ഈ ലൈറ്റിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണ് എവ്രി വൺ? Light points. പോയിന്റ്സ്. കീപ് ഇൻ മൈൻഡ് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം അലോക്കേറ്റ് ചെയ്യണം അപ്പോർഷൻ ചെയ്യണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അലോക്കേറ്റ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ ഓൾറെഡി ഓരോ ഡിപ്പാർട്ട്മെന്റിനും തന്നിട്ടുണ്ടാവും. കോമൺ ആയിട്ട് തന്നതൊക്കെ ഷെയർ ചെയ്യേണ്ട ഐറ്റംസ്. ഓക്കെ, അപ്പൊ ജനറൽ ലൈറ്റിംഗ് കോസ്റ്റിന് നമുക്ക് സൂട്ടബിൾ ബേസ് ഏതാണെന്ന് വെച്ചാൽ ലൈറ്റ് പോയിന്റ്സ് ആണ്. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല ശ്രദ്ധിക്കേണ്ട, പല ക്വസ്റ്റ്യനും പല രീതിയിൽ ചോദിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ലൈറ്റ് പോയിന്റ്സ് തന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഫ്ലോ സ്പേസ്. ഓക്കെ, ലൈറ്റ് പോയിന്റ്സ് തന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പിന്നെ സൂട്ടബിൾ ആയിട്ട് ഏതെടുക്കുക? ഫ്ലോ സ്പേസ് ആണ് എടുക്കാൻ പറ്റുക. ഓക്കെ, ഇതെല്ലാം ഒരു പരിധിവരെ കോമൺ സെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇൻഡയറക്ട് വേജ്. ഈ ഇൻഡയറക്ട് വേജ് നോക്കുമ്പോൾ എവ്രി വൺ, ഇൻഡയറക്ട് വേജ് 1,939 തന്നിട്ടുണ്ട്. ഈ ഇൻഡയറക്ട് വേജ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എവ്രി വൺ ലിസൺ. യാ, ഇൻഡയറക്ട് വേജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അതിന് കുറച്ചും കൂടി ഐഡിയ തരാണ്. ഇൻഡയറക്ട് വേജ്, then sundry expense, then general expense, ഇങ്ങനെയുള്ള ഐറ്റൊക്കെ തരുമ്പോൾ നമുക്കൊരു കറക്റ്റ് ബേസ് എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരിക്കും എവ്രി വൺ. ഈ ജനറൽ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എന്ത് ബേസ് എടുക്കണം എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ എവ്രി വൺ? എക്സാക്ട്ലി എന്ത് ബേസ് എടുക്കണം എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ?
പറയാൻ പറ്റില്ല. യെസ് ഓർ നോ? ഹലോ ഹലോ, ആർ യു ഗൈസ് ദേർ? യെസ്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വിൽ ടേക്ക് ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് വേജ്. സോറി, എവിടെയാണ് ടൈപ്പിംഗ് വരുന്നത്? യെസ്, ഡയറക്റ്റ് വേജ്. എന്താണ് ബേസ് ആയിട്ട് എടുക്കുക? ഡയറക്റ്റ് വേജ്. ഇനി എല്ലാ കേസിലും ഡയറക്റ്റ് വേജ് തരണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ ലേബർ ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ ലേബർ ഹാസ് എടുക്കാം. എവ്രി വൺ ലേബർ ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ ലേബർ ഹാസ് എടുക്കാം. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ഓൾ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഇപ്പൊ ഡയറക്റ്റ് വേജ് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് വെച്ചാൽ ഇതിന് ഒരു കോമൺ തിയറി എന്ന് പറയുന്നത്, പൊതുവെ ഒരു കമ്പനിയുടെ ഫാക്ടറി എന്ന് പറയുന്നത് എയ്തർ മെഷീൻ ഇൻറ്റൻസീവ് ഓർ ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും. നമ്മുടെ ട്രഡീഷണൽ വേ ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഒരു സൺട്രി എക്സ്പെൻസോ മിസ്ലേനിയസ് എക്സ്പെൻസ് ഒക്കെ വന്നാൽ അത് കൂടുതലും ഏതായിട്ട് ബന്ധപ്പെട്ട് വരാനാ സാധ്യത? ലേബർ ആയിട്ട് ബന്ധപ്പെട്ട് വരാനാ സാധ്യത. ആ ഒരു ലോജിക്കിലാണ് ഇവിടെ ഡയറക്റ്റ് വേജ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പ്യുവർലി ഓട്ടോമേറ്റഡ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഫുൾ മെഷീൻസ് യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അവിടെ ഡയറക്റ്റ് വേജിനേക്കാൾ ചിലപ്പോൾ നിങ്ങൾ മെഷീൻ ഹാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിവേ, നമ്മുടെ CA ഇന്റർ എക്സാമിന് നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷനിലെല്ലാം സൺട്രി എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് വേജ് ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് വേജിനെ സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ എവ്രി വൺ? ഓക്കെ ഓക്കെ അല്ലടാ എവ്രി വൺ? ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ മെഷീൻ അവേഴ്സ് എടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് വേജ് തന്നില്ലെങ്കിൽ മെഷീൻ ഹാസ് എടുക്കാം. ഓക്കെ, അതായത് ഇതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പ്രൊഡക്ഷൻ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഇതൊക്കെയാണ് എടുക്കുക. മെഷീൻ ഇൻറ്റൻസീവ് ആണെങ്കിൽ മെഷീൻ ഹാസ് ഒക്കെ എടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഒരു ടിപ്പിക്കൽ തിയററ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് വേജ് എന്നുള്ള ഒരു ബേസിസിൽ തന്നെ എടുക്കേണ്ടി വരിക. ഓക്കെ, ഇനി പവർ കോസ്റ്റ്. എവ്രി വൺ, പവർ കോസ്റ്റിന് ഏതാണ് നമുക്ക് ബേസ്? പറയടോ, HP ഓഫ് പവർ അല്ലേ? ഈ പവർ കോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പവർ കോസ്റ്റിന് ചില ക്വസ്റ്റ്യനില് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് തന്നിട്ടുണ്ടാവും, HP തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? എവ്രി വൺ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ എടുക്കാം. എന്നാൽ ചില ക്വസ്റ്റ്യനില് ഹോഴ്സ് പവർ ഉണ്ടാവും, മെഷീൻ ഹാസും ഉണ്ടാവും. എന്തൊക്കെയുണ്ടാവും? ഹോഴ്സ് പവർ ഉണ്ടാവും, മെഷീൻ ഹാസും ഉണ്ടാവും. ഇൻ ദാറ്റ് കേസ് യു ഷുഡ് ടേക്ക് ഹോഴ്സ് പവർ ഇൻറ്റു മെഷീൻ ഹാസ്, ദാറ്റ് ഈസ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ്. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് തരും, ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് തരും, അല്ലെങ്കിൽ HP യും മെഷീൻ ഹാസും തന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ഹോഴ്സ് പവർ ഇൻറ്റു മെഷീൻ ഹാസ്. ഓക്കെ എവ്രി വൺ? ഹലോ, ക്യാൻ യു ഫോളോ മീ? ഒന്നുകൂടി പറയോ സാറേ? അതായത് പവറിന്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനില് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ മാത്രമേ തന്നുള്ളെങ്കിൽ അത് നേരിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ HP എന്ന് മാത്രമേ തന്നുള്ളെങ്കിൽ അത് നേരിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, Yes. ഹോഴ്സ് പവറും മെഷീൻ ഹാസും തന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ഹോഴ്സ് പവർ ഇൻറ്റു മെഷീൻ ഹാസ്. ഓക്കെ, ആ ഹോഴ്സ് പവറും മെഷീൻ ഹാസും മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ ഒരു ബേസ് കിട്ടും. ഓക്കെ, സാർ അതിന്റെ കോൺസെപ്റ്റ് പറയോ? ഏത്? അതായത് Wage. പവർ കോസ്റ്റ് എന്തിനാ വരുന്നത്? മെഷീൻ റൺ ചെയ്യുമ്പല്ലേ വരിക. പവർ കോസ്റ്റ് എന്തിനാ വരുന്നത്? മെഷീൻ. അപ്പൊ നമ്മൾ എത്ര ഹോഴ്സ് പവർ യൂസ് ചെയ്യുന്നോ, എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നോ, അതിനനുസരിച്ച് ആ കോസ്റ്റ് കൂടും കുറയും ചെയ്യില്ലേ? അതായത് ഈ 1500 എന്നുള്ള കോസ്റ്റ് ഇല്ലേ, ഇത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. യെസ് ഓർ നോ? യെസ് ഓർ നോ? Yes. യെസ് ഓർ നോ? അപ്പോൾ ഇവിടെ നമുക്ക് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ റേഷ്യോ ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നാൽ ഹോഴ്സ് പവർ മാത്രമായിട്ട് തന്നു, മെഷീൻ ഹാസ് സെപ്പറേറ്റ് തന്നാൽ ഹോഴ്സ് പവറിന്റെ മെഷീൻ ഹാസ് ചെയ്യാം. അപ്പൊ ഇതേപോലെ ഓരോ ഫിഗേഴ്സ് സെപ്പറേറ്റ്ലി കിട്ടും. യെസ് ഓർ നോ? ഹോഴ്സ് പവറിന്റെ മെഷീൻ ഹാസ് ചെയ്ത ഫിഗറാ പറയുന്നത്. ഓക്കെ, ഹലോ, ആ ഡൗട്ട് വെച്ചാൽ അവിടെ ഉണ്ടാ? Yes, yes. മനസ്സിലായോ? അപ്പോൾ അത്തരം കേസിൽ ഹോഴ്സ് പവറിന്റെ മെഷീൻ ഹാസ് എടുക്കണം. കാരണം നമ്മുടെ ഈ ഹോഴ്സ് പവർ മെഷീൻ ഹാസിനനുസരിച്ച് അത് കൂടുതൽ വരും. കൂടുതൽ സമയം റൺ ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ കൂടുതൽ പവർ കോസ്റ്റ് വരണം, കുറവ് സമയം റൺ ചെയ്തതിന് കുറവ് വരണം എന്ന ലോജിക്കിലാണ് ഹോഴ്സ് പവറിന്റെ മെഷീൻ ഹാസ് എടുക്കുന്നത്. ഓക്കെ, Yes.
ഡയറക്റ്റ് വേജ് തന്നെയാണ് ഈ മേലെ പറഞ്ഞ ഷാസിന്റെ ഡൗട്ട് ക്ലിയർ അല്ലേ? ഇപ്പൊ മേലെ ചോദിച്ച ഡൗട്ട് ക്ലിയർ അല്ലേ? അതായത് ഈ ഇൻഡയറക്റ്റ് വേജ് ഒക്കെ എപ്പോഴും ഡയറക്റ്റ് വേജിന്റെ ബേസിസിലാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ യെസ്. ഓക്കെ, ഹലോ. Then depreciation of machinery. Depreciation of machinery ഏതാ suitable base? Everyone. Depreciation of machinery ഏതാ suitable base? Machine value. Yes or no? Then sundries. Sundriesന് ഏതാണോ നിങ്ങൾ പറ? Sundriesന് ഏതാ എടുക്കണ്ടേ? Sundriesന് ഏതാ എടുക്കണ്ടേ? Everyone. Direct use. Direct wage. Everyone. അപ്പൊ ഇതിനകത്ത് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വളരെ ക്വിക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ മക്കളെ? ഇതല്ലാതെ എന്റെ സ്ക്രീൻ അല്ലാതെ ക്വസ്റ്റ്യൻ ഉണ്ടോ? Statement of primary distribution. Statement of primary distribution. നമ്മൾ നോക്കുകയാണെങ്കിൽ particulars, then basis, amount, then department P1, P2, P3, S1, S2. Okay. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ മുതൽ എക്സാമിന് ചോദിക്കാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനേക്കാൾ കൂടുതൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ് പോസിബിലിറ്റി. ബട്ട് നമുക്ക് ഇതും കൂടി അറിയേണ്ടതുണ്ട്. ഇതറിയാതെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ എവ്രിവൺ ഫസ്റ്റ് നമുക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതില് അലോക്കേഷനും വരും, അപ്പോർഷൻമെന്റും വരും. മക്കളെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇപ്പൊ നോട്ട് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഷീറ്റ് അയച്ചുതരാം. ബട്ട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ തന്നെ എഴുതാട്ടോ. ഇതില് അലോക്കേഷനും അപ്പോർഷൻമെന്റും ഈ രണ്ട് സ്റ്റെപ്പാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അലോക്കേറ്റഡ് ഐറ്റംസ് എഴുതുക, അപ്പോർഷൻ ചെയ്യേണ്ട ഐറ്റംസ് എഴുതാം. ഈ ക്വസ്റ്റനിൽ ആകെ അലോക്കേറ്റ് ചെയ്യാൻ ഒരേ ഒരു ഐറ്റം ഏത് മാത്രം? അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം ഏത് മാത്രം? ഡയറക്റ്റ് വേജ് മാത്രമാണ്. യെസ് ഓർ നോ? എവ്രിവൺ, ഹലോ. എന്റെ സ്ക്രീൻ വിസിബിലിറ്റി വല്ലാതെ കുറഞ്ഞോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോടാ? നിങ്ങളെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ വിസിബിൾ ആണ് അല്ലേ? ഓക്കെ. ഡയറക്റ്റ് വേജ് എമൗണ്ട് ബേസിസ് എന്ന് പറയുന്നത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വൽ അല്ല എന്താണോ അതിന്റെ ബേസ് അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എമൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ എല്ലാ എമൗണ്ടും എടുക്കരുത്. ഇതിൽ നമുക്ക് ഏതൊക്കെയാ വേണ്ടത്? S1ഉം S2ഉം 1500ഉം 195. യെസ് ഓർ നോ? 1500 പ്ലസ് 195. നിങ്ങളുടെ ഫിഗേഴ്സ് പറഞ്ഞുതരാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓക്കെ, 1500. കാരണം ഞാൻ സ്ക്രീൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വെക്കുമ്പോൾ മൊബൈലൊക്കെ കാണുന്നവരാണെങ്കിൽ തീരെ വിസിബിലിറ്റി കുറയും, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഈ കോളത്തിലൊന്നും എമൗണ്ട് ഇല്ലാത്തത് direct wage of production department are direct cost. Direct cost of production departments are direct cost. Okay, direct cost of service departments are indirect cost. Okay, then അടുത്ത ഐറ്റം നമ്മുടെ റെന്റ് ആൻഡ് റേറ്റ്സ് അല്ലെ? റെന്റ് ആൻഡ് റേറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് ഫ്ലോ സ്പേസ്. യെസ് ഓർ നോ? ഫ്ലോ സ്പേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലോ സ്പേസിന്റെ റേഷ്യോ എന്താ വരുന്നത്? എവ്രിവൺ, ഫ്ലോ സ്പേസിന്റെ റേഷ്യോ എന്താ വരുന്നത്? 2000 2500 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചുരുക്കിയിട്ട് 4:, come on,
എത്രയൊക്കെയാണ് വരുന്നത്? 4:, കമോൺ, ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് പറഞ്ഞത് നല്ലത്. 4:, 5:, ഹലോ, അറിയതേ, ഞാൻ തന്നെ നോക്കേണ്ടി വരും അല്ലേ? യാ, 4:, 5:, 6:, 4:1. യെസ്, everyone. 4:, 5:, 6:, 4:1. ഓക്കെ, ഈ റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ 2000, 2500, 3000, 2000, 500. ഓക്കെ, ദ റെന്റൽ കോസ്റ്റ് ഈസ് 10,000. ഐ തിങ്ക് 10,000 തന്നെയല്ലേ? എത്ര ടോട്ടൽ റെന്റ് everyone? 10,000 അല്ലേ? യെസ്, യാ, ടോട്ടൽ റെന്റ് 10,000 ആണോ? സോറി, 5,000. എടാ, നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ അഡ്വാൻസ് ആയിട്ട് തന്നത് നിങ്ങളത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് 4:, 5:, 6:, 4:1. ഈ റേഷ്യോയിൽ ഈ 5000-നെ ഈ 5 പേർക്കും ഡിവൈഡ് ചെയ്യണം. കാരണം ഈ 5 പേരും ഈ സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 5,000, ഈ 5,000-നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 4 + 6, 10. Then 5 + 4 + 1, 10. Okay, 20. അപ്പോൾ നമുക്ക് 4 out of 20. Yes or no? 4 out of 20. Then 5 out of 20. Then 6 out of 20. Then 4 out of 20. Then 5. ഹലോ, ഹലോ, ചെയ്ത എല്ലാവർക്കും മനസ്സിലായല്ലോ? 4, 5, സോറി, 250. everyone. അപ്പൊ ഈ 5000-നെ നമ്മൾ ഈ 5 പേർക്കും എന്ത് ചെയ്തു? ഫ്ലോ സ്പേസിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തു. ഇതാണ് സംഭവിച്ച പ്രോസസ്. ഓക്കെ, ഈ 5,000-നെ ഈ 5 പേർക്ക് നമ്മൾ എന്ത് ചെയ്തു? ഫ്ലോ സ്പേസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ everyone? അടുത്തത് എന്താണ്? ജനറൽ ലൈറ്റിംഗ് everyone. ജനറൽ ലൈറ്റിംഗ്. ഈ ജനറൽ ലൈറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ എമൗണ്ട് ഈസ് ബേസ് ഈസ് ലൈറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ലൈറ്റ് പോയിന്റ്സിന്റെ റേഷ്യോ നമ്മൾ നോക്കണം. ലൈറ്റ് പോയിന്റ്സിന്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 10:15, 20, 10:5. യെസ്, 10:15, 20:10:5. 10:5. Yes, this is the ratio. The amount is 1,600. അത്ര, സോറി, 600. Amount is 600. അപ്പൊ 600 റുപ്പീസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 25, 45, 50, 60. യെസ്, അപ്പൊ ടോട്ടലി 60 പോർഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ 10 out of 60 ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം everyone. ഇനി ഹലോ, ഈ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വേജ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് വേജ് നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവർക്കും ഡയറക്റ്റ് വേജിന്റെ ബേസിസിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പവർ കോസ്റ്റ്, ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. ദർ ഇസ് നോ കൺഫ്യൂഷൻ. HP-യും മെഷീൻ ഹൗസ് ഉണ്ടെങ്കിൽ HP-ന്റെ മെഷീൻ ഹൗസ് എടുക്കുക. ദെൻ ഡിപ്രീസിയേഷൻ, മെഷീൻ വാല്യൂ എടുക്കുക. സൺട്രീസ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് വേജസ് എടുക്കുക. ഓക്കെ everyone. ഹലോ, ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ everyone? അപ്പോൾ Yes. ഇത്രയും സമയം പറഞ്ഞതനുസരിച്ച് ഇനി നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തണം. ഓക്കെ, ഹലോ, അപ്പൊ ഞാൻ I'll give you 5 minutes. നിങ്ങൾ പെട്ടെന്നൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തരോ everyone? ഒരു 5 minutes കൊണ്ട് എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്യും.
യെസ് ഡൺ എവ്രിവൺ. ഹലോ ഡൺ. ഒന്ന് ഫിഗേഴ്സ് ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കുക. ഫിഗേഴ്സ് ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കുക. ഫിഗേഴ്സ് കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തിയിട്ട് പറയാം. യാ എവ്രിവൺ. കിട്ടിയ എമൗണ്ട് ഒന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? മേക്ക് ഫാസ്റ്റ്. P1 ഓരോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ മതി. Make it fast. I'm waiting. ആരും ചെയ്യുന്നില്ലേ? ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് ഓർ നോ? ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് ഓർ നോ? മക്കളെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ലെ ഞാൻ ചെയ്യേണ്ടി വരുമോ? ഹലോ ആർ യു ഡൂയിങ് എവ്രിവൺ? എടാ എന്തെങ്കിലും ഒരു റെസ്പോൺസ് ചെയ്തോ? ആ അന്ന് എമൗണ്ട് പറഞ്ഞേ. കിട്ടിയ എമൗണ്ട് പറഞ്ഞോ. തെറ്റോ ശരി ബേജാറാവണ്ട. നീ എമൗണ്ട് പറ. 7,700. 7,700, 7,300, 9,600. 800. എത്ര? 4,700. 9,800. ആ 4,700, 929. Yes or no? യെസ്. Yeah, these all are the figures. Okay. ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്? യെസ്. എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണല്ലേ? ചെയ്തത് തെറ്റാണെന്ന് വിചാരിച്ചിട്ടാ? യാ. അപ്പൊ ഇപ്പോ നമ്മുടെ ഓവർ ഹെഡ് ഒക്കെ നമുക്ക് കിട്ടിയോ ഇല്ലയോ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഓവർ ഹെഡ് ഒക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. യെസ് ഓർ നോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ P1 എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവർക്ക് വല്ല കോസ്റ്റും ഉണ്ടെങ്കിൽ അത് P1 എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലൂടെ കളക്ട് ചെയ്യാം. P2 ഈസ് ഓൾസോ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അവരുടെ കോസ്റ്റ് അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലൂടെ കളക്ട് ചെയ്യാം. P3 എന്നുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് P3 ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലൂടെ കളക്ട് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഇവർ മൂന്നുപേരും 3 പ്രൊഡക്റ്റ് ഉണ്ടാക്കണം നിർബന്ധമില്ല. ആ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊഡക്റ്റിനോട് വർക്ക് ചെയ്യുന്നുണ്ടോ ആ പ്രൊഡക്റ്റിൽ നിന്ന് കളക്ട് ചെയ്യും.
എന്നാൽ S1 and S2 they are not producing any goods. They are service department or supporting service departments. അപ്പൊ ഇവര് ഒരു പ്രൊഡക്റ്റ് നേരിട്ട് ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഈ സപ്പോർട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റും വി ഷുഡ് കളക്ട് ഇറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സ്. ആരോട് കളക്ട് ചെയ്യണം? ഈ ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം, ഓർ ഫ്രം ദി പ്രൊഡക്റ്റിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് എത്തി കസ്റ്റമേഴ്സിനോട് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോസ്റ്റിനെ ആദ്യം പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രൊഡക്റ്റിലൂടെ കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീ അപ്പോർഷൻമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റീ അപ്പോർഷൻമെന്റ് എന്താണെന്ന് വെച്ചാൽ റീഅപ്പോർഷൻമെന്റ് ഈസ് എ പ്രോസസ് whereby service department's costs are reallocated to production department. Service department costs are reallocated to service department. Production department. Service department in a cost in a പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഅലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് റീഅപ്പോർഷൻമെന്റ് കഴിഞ്ഞാലും ഓവർ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഉള്ളത്, ഇപ്പോഴും പ്രൊഡക്റ്റിലേക്ക് എത്തുന്നില്ല. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എബ്സോർപ്ഷനിലാണ് ഓവർ ഹെഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുക. ഓക്കെ, ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? എവ്രിവൺ. Then for the purpose of secondary distribution or reapportionment, we have three methods. One is direct distribution method, second one step ladder or step down method, third one is reciprocal method. ഈ മൂന്ന് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റുക. അപ്പൊ ഈ മൂന്ന് മെത്തേഡും ഒരു കമ്പനി ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണോ എന്ന് വെച്ചാൽ നോ, മൂന്നും ഡിഫറെന്റ് എസംഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെൻ ടു യൂസ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് ചോദിച്ചാൽ when there is no reciprocal service exchange between service department, we will use direct distribution method. സർവീസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഇല്ലെങ്കിൽ, സർവീസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ മ്യൂച്വൽ സർവീസ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ വി ക്യാൻ യൂസ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. എന്ന് പറയുമ്പോൾ S1 ഡിപ്പാർട്ട്മെന്റ് S2നെ സെർവ് ചെയ്യുന്നില്ല, S2 S1നെയും സെർവ് ചെയ്യുന്നില്ല. എന്ന് പറയുമ്പോൾ S1 ആരെ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. S2 ആരെ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ചില സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കേണ്ടി വരും, ചില സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് സർവീസ് കൊടുക്കേണ്ടി വരില്ല. ഇവിടെ ഇമാജിൻ ഒന്നാമത്തെ കേസിൽ S1 S2ന് സർവീസ് കൊടുക്കണ്ട, S2 S1ന് സർവീസ് കൊടുക്കണ്ട. ഇത്തരം സിറ്റുവേഷനിലാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. എന്ന് പറയുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1 S1ന് വല്ല ചെലവുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി? P1 P2 P3. S2ന് വല്ല ചെലവുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി? P1 P2 P3. ഇവിടെ S1ന്റെ കോസ്റ്റ് S2നും ഷെയർ ചെയ്യേണ്ട, S2ന്റെ കോസ്റ്റ് S1നും ഷെയർ ചെയ്യേണ്ട. ഇതാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് ലാഡർ ഓർ റെസിപ്രോക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ one service department, they are serving the other department but they are not getting any service from it. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ S1 S2നെ സെർവ് ചെയ്യുന്നു, ബട്ട് S2 S1നെ എന്ത് ചെയ്യുന്നില്ല? സെർവ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, മെയിൻ്റനൻസ് ടീം ക്യാൻറ്റീനിലുള്ള മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ക്യാൻറ്റീൻ മെയിൻ്റനൻസ് ടീമിന് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് ടീം ക്യാൻറ്റീനിൽ വരുന്ന മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല, ബട്ട് ക്യാൻറ്റീന് മെയിൻ്റനൻസ് ടീമിന് ഫുഡ് സെർവ് ചെയ്യുന്നു. തിരിച്ചു ആവാം, മെയിൻ്റനൻസ് ടീം ക്യാൻറ്റീനിലെ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ക്യാൻറ്റീൻ മെയിൻ്റനൻസ് ടീമിന് ഫുഡൊന്നും സെർവ് ചെയ്യുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ ഈഗോ ക്ലാഷ് ഒന്നല്ല കേട്ടോ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കേണ്ടതുള്ളൂ. യെസ് ഓർ നോ? അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ എക്സാമ്പിൾ അനുസരിച്ച് S1 S2നെ സെർവ് ചെയ്യുന്നു, S1 S2നെ സെർവ് ചെയ്യുന്നു, ബട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി സർവീസ് ഫ്രം S2. തിരിച്ചെന്ത് ചെയ്യുന്നില്ല? സർവീസ് കിട്ടുന്നില്ല. എന്ന് പറയുമ്പോൾ S1ന്റെ കോസ്റ്റ്, S1ന് വല്ല ചെലവും വന്നാൽ അത് ആരൊക്കെ ഷെയർ ചെയ്യണം? P1
P2, P3 and S2. S2ന്റെ കോസ്റ്റ് ആരൊക്കെ ഷെയർ ചെയ്യണം? P1, P2, P3. എന്തുകൊണ്ട് S1ന് കൊടുക്കുന്നില്ല? S2 S1നെ സെർവ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ എവ്രിവൺ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? And third one is reciprocal method. In reciprocal method, we have simultaneous equation method, repeated distribution method, trial and error method. ഇതിൽ simultaneous equation method, repeated distribution method ആണ് എക്സാമിന് ചോദിക്കുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എക്സാമിന് ചോദിക്കാറില്ല. അപ്പോൾ ഈ റെസിപ്രോക്കൽ മെത്തേഡിന്റെ assumption എന്താണെന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ. There is a reciprocal service exchange between service department. That means S1 S2നെ സെർവ് ചെയ്യുന്നുണ്ട്, S2 S1നെ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് ചുരുക്കം. അപ്പൊ ഇത്തരം സിറ്റുവേഷനിലാണ് റെസിപ്രോക്കൽ മെത്തേഡ് യൂസ് ചെയ്യുക. എന്ന് പറയുമ്പോൾ S1ന്റെ കോസ്റ്റ് ആരൊക്കെ ഷെയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ P1, P2, P3, S2. S2ന്റെ കോസ്റ്റ് ആരൊക്കെ ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ P1, P2, P3, S1. ഹലോ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ മക്കളെ? എവ്രിവൺ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എന്താ ചോദിച്ചോ? യെസ് എന്നാ പറഞ്ഞത്? ഹലോ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. assumption number 1, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ പ്രോബ്ലം തന്നെ നമ്മൾ 3 വേലും ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഒരു പ്രോബ്ലം തന്നെ 3 വേലും എക്സാമിന് ചോദിക്കൂല. ഏതെങ്കിലും ഒരു വേ ആണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരിക. അതിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് റിക്വയർമെന്റ് നോക്കേണ്ടതില്ല. റിക്വയർമെന്റിൽ എടുത്തു പറയുന്ന കേസ് ഉണ്ടാവും, ഇനി എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയട്ടെ. The expenses of the service departments are allocated as under S1. S1ന്റെ കോസ്റ്റ് ആർക്കൊക്കെ ഷെയർ ചെയ്യണം? P1, P2, P3. S1 ആരെ സെർവ് ചെയ്യുന്നില്ല? S2നെ സെർവ് ചെയ്യുന്നില്ല. നോക്കണേ ശരിക്ക്. S1 ഇവന്റെ 30% സർവീസ് P1ന്, 30% സർവീസ് P2ന്, 40% P3ക്ക്. S1 S1നെ തന്നെ സെർവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇല്ല. എന്നാൽ S1 ആരെയും സെർവ് ചെയ്യുന്നില്ല, S2നെ സെർവ് ചെയ്യുന്നില്ല. തിരിച്ചു നോക്കുകയാണെങ്കിൽ S2ന്റെ കാര്യത്തിൽ 30% P1, 40% P2, 30% P3. S2 S1നെ സെർവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് assumption നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുക? എവ്രിവൺ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പറ്റുക? ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണോ, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആണോ, ദെൻ റെസിപ്രോക്കൽ മെത്തേഡ് ആണോ? എവ്രിവൺ ഹലോ, ഏത് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം? ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. യെസ് ഓർ നോ? അപ്പൊ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യാ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ S1നും S2നുള്ള കോസ്റ്റ്, S1നും S2നുള്ള കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വൈ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഈ കോസ്റ്റ് നമുക്ക് ആരോട് വാങ്ങിക്കണം? കസ്റ്റമേഴ്സിനോട്. അതിന് ഏതിലേക്ക് എത്തണം? പ്രൊഡക്റ്റിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ആദ്യം നിങ്ങൾ S1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും S2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും ദർ ഇസ് നോ പ്രോബ്ലം. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 30%, 30%, 40%. That means 3:3:4. Yes or no? ഇതിൽ S1 ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. S1 4700 ആണ് കോസ്റ്റ്. ഈ കോസ്റ്റ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈ കോസ്റ്റ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ P1, P2, P3 ഈ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ. എന്തുകൊണ്ട് S2ന് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ S1 ആരെ സെർവ് ചെയ്യുന്നില്ല? S2നെ സെർവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ 30% P1ന് വേണ്ടിയിട്ട് വന്ന സ്പെൻഡിങ്സ് ആണ്. ഇതിന്റെ അടുത്ത 30% P2ന് വേണ്ടി വന്ന സ്പെൻഡിങ്സ് ആണ്. ഓക്കെ, ദെൻ ബാലൻസ് 40% ആർക്ക് വേണ്ടി വന്നതാണ്? ബാലൻസ് 40% ആർക്ക് വേണ്ടി വന്നതാണ്? P3ക്ക് വേണ്ടി വന്നതാണ്. ഓക്കെ, 3:3:4 എന്നല്ലേ റേഷ്യോ? യെസ്, യാ എവ്രിവൺ. ഇതൊരു റിവിഷൻ മാരത്തോൺ ആണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് മക്കളെ? കാരണം വല്ലാതെ സ്ലോ ആക്കിയ നിങ്ങളുടെ കുറെ ടൈമാണ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഒരല്പം ഫാസ്റ്റ് ആയിട്ട് പോവാ. എവ്രിവൺ, ഇസ് ഇറ്റ് ഓക്കെ? നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, Yes, sir. യാ ദെൻ ഈ S2നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 3:4:3 റേഷ്യോയിലാണ്. യാ
ഈ റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 929 ഈ ഒരു എമൗണ്ടിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് ഇൻ ദ റേഷ്യോ ഓഫ് 3:4:3. സോ yeah, 30%, then 40%, then 30%. Okay, here 0. എന്തുകൊണ്ടാണ് ഇവിടെ 0 വരുന്നത്? ഇവര് S1-ന് സർവീസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും കൂടി കഴിയും. ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കഴിയുമ്പോൾ കീപ് ഇൻ മൈൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഷുഡ് ബി 0. എന്ന് പറയുമ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്, അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ്. യെസ് ഓർ നോ എവ്രിവൺ? അപ്പോൾ ഈ ഒരു ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ നമുക്കിപ്പോ മനസ്സിലായത് P1-ന് എത്രയാണ് ഓവർഹെഡ്, P2-ന് എത്രയാണ് ഓവർഹെഡ്, ദെൻ P3-ക്ക് എത്രയാണ് ഓവർഹെഡ്. ഇതാണ് ഏത് മെത്തേഡ്? എവ്രിവൺ ഹലോ, ഇതാണ് ഏത് മെത്തേഡ്? ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് ഒക്കെ, സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ഒക്കെ ഡയറക്ട്ലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല? സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഇതിപ്പോ നമ്മൾ പഠിച്ചത് ഏത് മെത്തേഡാ? എവ്രിവൺ ഏത് മെത്തേഡാ ഇപ്പൊ പഠിച്ചേ? ഹലോ, ഏത് മെത്തേഡാണ് പഠിച്ചേ? ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. സെക്കൻഡ് അസംപ്ഷൻ എവ്രിവൺ. ഇവിടെ നിങ്ങളൊന്ന് വായിച്ചേ. ദ ക്യാൻറ്റീൻ ഫീഡ്സ് ഓൾ ദ സ്റ്റാഫ് ദാറ്റ് വർക്ക്സ് ഫോർ ദ കമ്പനി ഇൻ P1, P2, P3 ആൻഡ് S1. എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീന് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ? P1-നും P2-നും P3-ക്കും S1-നും. എന്നാൽ but the maintenance staff do not provide support for the canteen equipment. അത് ക്യാൻറ്റീനിലുള്ള മെയിൻ്റെനൻസ് വർക്ക് ഒന്നും ആര് ചെയ്യുന്നില്ല? മെയിൻ്റെനൻസ് ടീം ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ S2 ആരൊക്കെ സർവ് ചെയ്യുന്നുണ്ട്? P1, P2, P3, S1. ഈ S1 ആണ് മെയിൻ്റെനൻസ്. ഇവരാരൊക്കെ മാത്രമേ സർവ് ചെയ്യുന്നുള്ളൂ? P1, P2, P3. ഇത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടന്നില്ല. എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ സർവ് ചെയ്തിട്ടുണ്ട്, ബട്ട് തിരിച്ച് അവർക്ക് സർവീസ് കിട്ടുന്നില്ല. യെസ് ഓർ നോ? ഇൻ ദിസ് കേസ് വി ഷുഡ് യൂസ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവ്രിവൺ, ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ തിരിച്ചെന്ത് ചെയ്യുന്നില്ല? സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പറയുന്നത്? അപ്പോ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡില് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ അടുത്തത് S1 ചെയ്യണോ S2 ചെയ്യണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. S1 ചെയ്യണോ S2 ചെയ്യണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ എവ്രിവൺ, ഇവിടെ നമ്മൾ S1 ആണോ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, S2 ആണോ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആരാണോ കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത് അവരെയാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ആരാണോ കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത് അവരെയാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ഇൻ ദിസ് കേസ് ആരാണ് കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ് ചെയ്യുന്നത്? S1 ആണോ S2 ആണോ? എവ്രിവൺ, ആരാണ് കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ സെർവ്? S2. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? S2-നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ S2 ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. S2-ന്റെ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3:2:3:2. എവ്രിവൺ, ദിസ് ഇസ് എ റേഷ്യോ അല്ലേ? 3:2:3:2. യെസ്, ഗുഡ്. അപ്പോൾ S2-നെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ദ എമൗണ്ട് ഈസ് 929. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട്. എന്തുകൊണ്ടാണ് ഇവിടെ S1 ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ S2-ന്റെ കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ S1-ന്റെ ഷെയറും കൂടി അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ എമൗണ്ടിനെ നമ്മൾ ഏത് റേഷ്യോയിലെ ഡിവൈഡ് ചെയ്യേണ്ടത്? 3:2:3:2. യെസ് ഓർ നോ? യാ, so the amount will be, yeah,
ഇനി നമ്മൾ അടുത്തത് S1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. S1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 3:3:4. ദിസ് ഇസ് എ റേഷ്യോ. റേഷ്യോ കറക്റ്റ് തന്നെയല്ലേ? 3:3:4. യാ, ഈ റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ S1 കോസ്റ്റിനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. S1 കോസ്റ്റ് എന്ന് പറയുമ്പോൾ their primarily distributed cost, that is 4,700. ഇത് അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടിയ കോസ്റ്റ് ആണ്. പ്ലസ് അവർക്ക് ക്യാൻറ്റീൻ്റെ കോസ്റ്റിന്റെ ഒരു ഷെയറും കൂടി വന്നിട്ടുണ്ട്. കാരണം അവർ ക്യാൻറ്റീൻ്റെ സർവീസ് എടുത്തിട്ടുണ്ട്. ക്യാൻറ്റീൻ അവർക്ക് കൂടി ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ക്യാൻറ്റീൻ എക്സ്പെൻസ് അവർക്ക് കൂടി വന്നതെന്നല്ലേ മീനിങ്. എന്ന് പറയുമ്പോൾ ടോട്ടലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 4,885.8 എവ്രി വൺ ഇൻക്ലൂഡിംഗ് ഡെസിമൽ. ഓക്കെ, സോ ദിസ് എമൗണ്ട്, ഈ എമൗണ്ട് നമ്മൾ ഏത് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഏത് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 3:3:4. that comes to everyone. So the new production overhead is there. ഹലോ, ഇതെല്ലാം ഇതിപ്പോ രണ്ട് മെത്തേഡിൽ ഒരേ ക്വസ്റ്റ്യനാ ചെയ്തത്. ഇങ്ങനെയല്ല എക്സാമിന്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡാ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, എവ്രി വൺ ഹലോ മക്കളെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എടാ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? എവ്രി വൺ. കാരണം നമ്മൾ ഇത് എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടാനുള്ള ക്ലാസ് ആയിട്ട് കരുതുന്നത്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡെമോ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എവ്രി വൺ, നിങ്ങൾക്ക് വന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? യെസ്, കാരണം കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു റെക്കോർഡിങ്സ് ഓൾറെഡി അവർ മറ്റുള്ള കുറെ ക്ലാസ്സസ് ഒക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ നാളത്തെ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ലേറ്റർ ഓൺ പെയ്ഡ് ആയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. എനിവേ, assumption 3, reciprocal situation. everyone. ഇവിടെ S1 ആരൊക്കെ സെർവ് ചെയ്യുന്നു? P1, P2, P3 and S2. then S2 ആരൊക്കെ സെർവ് ചെയ്യുന്നു? P1, P2, P3 and S1. ഓക്കെ, അപ്പോൾ there is a reciprocal service exchange. yes or no? ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, ഇവിടെ we have two method. one is simultaneous equation method. everyone, simultaneous equation method. പിന്നെ everyone, ക്ലാസ് കാണുന്നവരോട് നിങ്ങളിപ്പോ നമ്മുടെ ഒരു റിവിഷൻ മാരത്തോൺ എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്ററും ബ്രീഫ് ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം എല്ലാ ഏരിയാസും എക്സാമിന് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഏരിയാസ് കവർ ചെയ്യാൻ. നമ്മുടെ മിഷൻ തന്നെ എന്താണ്? എക്സാംഷൻ ഒരു 60 മാർക്സ് എബവ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ചാപ്റ്റർ തീരെ വളരെ വീക്ക് ആണെങ്കിൽ നിങ്ങൾ അത് എന്നോട് പറയാം. ഓക്കെ, ആ ക്ലാസ് അതിന്റെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് റെക്കോർഡഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ലൈവ് ആയിട്ടായിരിക്കില്ല. ലൈവില് നമ്മൾ ഇതേപോലെ ഒരു റിവിഷൻ മാരത്തോൺ പോലെ പോവാം. ഓക്കെ, സോ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ everyone, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ S1 S2 ഡിസ്ട്രിബ്യൂട്ട് സെർവ് ചെയ്യുന്നുണ്ട്, S2 S1 സെർവ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ everyone, നമുക്ക് S1 കോസ്റ്റ് അറിയണമെങ്കിൽ S2 ഷെയർ അറിയണം. S2 കോസ്റ്റ് അറിയണമെങ്കിൽ S1 ഷെയർ അറിയണം. യെസ് ഓർ നോ? അപ്പൊ ഇവിടെ S1 കോസ്റ്റും അറിയില്ല, S2 കോസ്റ്റും അറിയില്ല. സോ let X is the total cost of S1 and let Y is the total cost of S2. Everyone, let X is the total cost of S1 and let Y is the total cost of S2. everyone, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുക? സോ X is equal to, that is the cost of S1 is equal to 4,700. What is this 4,700 എന്ന് വെച്ചാൽ their primarily distributed cost. Okay, primarily distributed cost plus a share from S2 അല്ലെ? ഇവർക്കൊരു S2 ഷെയറും വരാനില്ല. ഇത് രണ്ടും കൂടി കൂട്ടിയാലേ S1 ടോട്ടൽ കോസ്റ്റ് ആവുള്ളൂ. അപ്പൊ S1 ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ അവരുടെ പ്രൈമർലി ഡിസ്ട്രിബ്യൂട്ടഡ് കോസ്റ്റും പ്ലസ് എ ഷെയർ ഫ്രം S2. ഇതേപോലെ തന്നെ Y, that is S2 ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ their primarily distributed cost plus a share from S1. yes or no? everyone, ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഈ ഷെയർ കണ്ടെത്തുമ്പോഴാണ് പല കുട്ടികൾക്കും മിസ്റ്റേക്ക് വരാറ്. ഷെയർ കണ്ടെത്തുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം.
everyone. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ. ഇതിൽ S1 S2ന് കൊടുക്കേണ്ട ഷെയർ എത്രയാണ്? S1 S2ന് കൊടുക്കേണ്ട ഷെയർ എത്രയാണ്? അതേപോലെ S2 S1ന് കൊടുക്കേണ്ട ഷെയർ എത്രയാണ്? Everyone. Yeah. നോക്കുക. X is equal to 4,700 plus share from S2. എത്ര ശതമാനം? Share from S2. Everyone. Share from S2 എത്രയാണ്? 10%, 20%. Share from S2. Share from S2. Yeah. ഇതാണ് പ്രശ്നം. Everyone. Share from S2 എത്രയാണ്? 20%. ചിലർക്ക് 10% എന്ന് പറയും, ചിലർക്ക് 20% അല്ലേ? 20% of Y. 20% of Y. അത് 0.2y എന്ന് എഴുതി കൂടെ ഇല്ലേ? Then Y. Y is equal to 929 plus share from S1, that is 0.1x. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ മക്കളെ. ഫസ്റ്റ് റോയിലുള്ളത് S1 കൊടുത്ത സർവീസും സെക്കൻഡ് റോയിലുള്ളത് S2 കൊടുത്ത സർവീസുമാണ്. ഓക്കെ, S1 കിട്ടേണ്ടത് S2ൽ നിന്നുള്ള ഷെയറും S2 കിട്ടേണ്ടത് S1ൽ നിന്നുള്ള ഷെയറുമാണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് നമ്മുടെ പ്രോബ്ലം തീർന്നില്ലേ? എവ്രിവൺ, ഹലോ. ഇനി നമ്മൾ നോക്കുമ്പോൾ X is equal to 4,700 plus 0.2 into Y. 0.2 into Y. Y എന്ന് പറയുന്നത് this is equal to 929 plus 0.1x. Yes or no? 0.1x. Hello? So X is equal to 4,700 plus 0.2 into 929. ഇതിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എവ്രിവൺ. യാ, എത്രയാണ് വരെ? എമൗണ്ട് എത്ര വരും എന്ന് പറഞ്ഞേ? 0.2 into 929. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. കാൽക്കുലേറ്റർ പെട്ടെന്ന് അടിച്ച് പറയടാ. എത്ര വരുന്നത്? ആരോട് പറയാൻ? പെട്ടെന്ന് പറ മക്കളെ. 185.8. 185.8. Yes or no? Yeah, 185.8 plus 0.2 into 0.1x, that is 0.02x. Yes or no? Yes or no? So Yes, sir. x minus 0.02x is equal to 4,885.8. Yes or no? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? എക്സിന്റെ വാല്യൂ കണ്ടെത്തി കൂടെ? 0.98. X is equal to 4,885.8. So X is equal to, yeah, everyone. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് everyone. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തുക. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തുക. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഹലോ, എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടെത്തുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. everyone, let's stop for today. നിങ്ങൾ നാളത്തേക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവാം. നിങ്ങൾ എക്സ് വാല്യൂ വൈ വാല്യൂ നാളത്തേക്ക് കണ്ടെത്തുക. ദെൻ ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തത് പെട്ടെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഈ ഓവർ ഹെഡ് കഴിഞ്ഞാൽ അടുത്തത് ABC ആയിരിക്കും എടുക്കുക. ഓഫ് കോഴ്സ് നമുക്ക് ഓവർ ഹെഡും ABC ഒരുമിച്ച് പഠിച്ചാൽ അതിൽ നിന്ന് മിനിമം നമുക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 2 ചാപ്റ്റർ. പിന്നെ മറ്റൊന്ന് കോസ്റ്റ് ഷീറ്റ് ചെയ്യണമെങ്കിൽ ഓവർ ഹെഡ് അറിയണം. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓവർ ഹെഡ് അറിയണം. ഓവർ ഹെഡ് അറിയാതെ ഒരു ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നല്ല വൃത്തിയിൽ പഠിക്കുക. ഈ ഒരു സാധനം ഇതിന്റെ അബ്സോർപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ആയിക്കോട്ടെ, കോസ്റ്റ് ഷീറ്റ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഇതിനൊക്കെ അപ്ലിക്കബിലിറ്റി വരും. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക എവ്രിവൺ. സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. സീ യു ഓൺ ടുമോറോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് എന്ത് ചെയ്യാം? വാട്സപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും വാട്സപ്പ് ചെയ്യാം. ഓക്കെ എവ്രിവൺ, ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എവ്രിവൺ, ഹെൽപ്ഫുൾ ആയിരുന്നോ? ഹലോ, Yes, sir.
നാളെ Yes, നമ്മൾ sir. പ്രസന്റേഷനിൽ ഒന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും, എബ്സോർപ്ഷൻ എടുക്കും, എബ്സോർപ്ഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും, ദെൻ അണ്ടർ ഓർ ഓവർ എബ്സോർപ്ഷൻ വരെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ നാളത്തെ പ്ലാൻ. ഓക്കെ, സോ താങ്ക് യു എവ്രിവൺ, താങ്ക്സ് ഫോർ യുവർ പേഷ്യൻസ്. Thank you, sir.